കുട്ടിയോട് ചോദിച്ചാലും ഒരുപക്ഷെ മമ്മൂക്കയുടെ വീട് എവിടെ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ മണിച്ചേട്ടൻ്റെ വീട് എവിടെ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കുട്ടികൾ പറയും ചാലക്കുടിയിലാണെന്ന്. അത്രയും മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന കൊച്ചു കുട്ടികളടക്കമുള്ള ഒരു ദിവസത്തിൽ ഒരു സ്ഥലത്തെങ്കിലും മണിച്ചേട്ടൻ്റെ പേര് പറയാത്ത ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. അത് ഒരു നന്ദിയായിട്ട് എനിക്ക് പറയാൻ ഒരിക്കലും ഈ വേദിയിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റൂല. അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. നടന്ന മണ്ണിലൂടെ നടക്കുമ്പോൾ, അദ്ദേഹം വിശ്രമിക്കുന്ന മണ്ണിൽ, ആ പച്ചമണ്ണിൽ തൊടുമ്പോൾ പാടിയിലൊക്കെ ആളുകൾ പോകുന്നത് അങ്ങനെയാണ്, ചെരുപ്പിടാതെയാണ്. ചെരുപ്പ് വെറും മണ്ണിൽ എവിടെയെങ്കിലും അഴിച്ചു വെച്ചിട്ടാണ് പലരും പാടിയിലേക്ക് നടന്നത്. നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മണിയോട് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് മണി എഴുതി വെച്ച പാട്ട്. മണിയുടെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് അവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുകയും അത് വിശക്കുന്ന കുട്ടികൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു ജോലിയാണ്. പഠിക്കുന്നതോടൊപ്പം തന്നെ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി മണി അന്ന് ഏറ്റെടുത്തിരുന്നു. കിട്ടിയ മുത്തല്ലടാ പൊന്നെ. മഴയത്തും വെയിലത്തും പോവരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ, നിഴലുപോൽ പറ്റിയ. മണിച്ചേട്ടൻ മുന്നേ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് നശിച്ചു പോകാതെ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ വരാത്തൊരു സാധനം സ്നേഹവും നമ്മുടെ മുഖത്തുള്ള പുഞ്ചിരിയാണ്. അത് രണ്ടും മണിച്ചേട്ടൻ ധാരാളം കൊടുത്തിട്ടുണ്ട്. സാധാരണ കണ്ണും നിറയുന്നു എൻ്റെ നെഞ്ചി പിടയുന്നു, മോളെ നിന്നെ ഓർക്കുമ്പോൾ പൊട്ടിക്കരയുന്നു. നമുക്കറിയാം. ഓക്കെ, നമ്മുടെ പാട്ടെന്നൊക്കെ പറഞ്ഞ നമ്മുടെ സതീഷും നമ്മുടെ ചങ്കല്ലേ, നമ്മുടെ ബ്രോ കബീറില്ലാമല്ലോ. പാട്ടിന്റെ ഈണങ്ങൾ എല്ലാരും മൂളി നടക്കണുണ്ടോ, എല്ലാരും മൂളി നടക്കണുണ്ടോ. താവിട്ടോടാണ് ഓറിനറികാണ് വീടിനടയാളോ ഹിമക്കുന്ന എന്റെ ചാരത്തന്നെ പോയി, എന്റെ കുട്ടിച്ചിരി കേൾക്കാൻ എന്റെ നെഞ്ചു തുടിക്കണ്ട്. ചാലക്കുടി ചങ്കേ എന്നിനി കാണും പൊന്നെ, പൊന്നിനി കാണുവാനാ എന്റെ ചങ്കിനായി കാത്തിരിക്കാം, എന്റെ ചങ്കിനായി കാത്തിരിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഈ വേദിയിൽ ഒത്തിരി കലാകാരന്മാർ വന്നിരിക്കേണ്ട ഒരു വേദിയാണ്. പക്ഷെ ആരും ഞാൻ കണ്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരായിട്ടുള്ള ഒത്തിരി കലാകാരന്മാർ വരേണ്ടതാണ്. എന്തായാലും എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഞാൻ നന്ദി അറിയിക്കുകയാണ്, എൻ്റെ ഇത് അറിയിക്കുകയാണ്. മലയാള സിനിമയിൽ മമ്മൂക്ക എന്ന് പറഞ്ഞത് വലിയേട്ടനാണെങ്കിൽ ഞങ്ങൾ മിമിക്രിക്കാരുടെ ഇടയിൽ ഞങ്ങളുടെ വലിയേട്ടനാണ് മണിച്ചേട്ടൻ. കാരണം ഞങ്ങൾ സാധാരണക്കാരായ മിമിക്രിക്കാർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏത് പാതിരാത്രിയാണെങ്കിലും അത് സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വിളിച്ചു പറയേണ്ട കേസോ അല്ലെങ്കിൽ ശാരീരികപരമായിട്ടോ കായികപരമായിട്ടുള്ള എന്ത് വിഷയം വന്നാലും ഏത് പാതിരാത്രി വിളിച്ചാലും മണിച്ചേട്ടൻ ആ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ പിന്നെ ബാക്കിലേക്ക് പോകുള്ളൂ. അത്രയും ഞങ്ങൾ മിമിക്രിക്കാരായ ഞങ്ങളുടെ കൊച്ചു കലാകാരന്മാരെല്ലാവരും സ്നേഹിച്ചിരുന്ന ഞങ്ങളുടെ വലിയേട്ടനാണ് മണിച്ചേട്ടൻ. അപ്പോൾ ഈ ചാലക്കുടി എന്ന ഗ്രാമത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയണം മണിച്ചേട്ടനിലൂടെയാണ്. ഈ വേൾഡ് മൊത്തം മലയാളികൾ അറിയണമെന്ന് മണിച്ചേട്ടനിലൂടെ. കാരണം ഇത്രയുള്ള കുഞ്ഞു കുട്ടികളോട് ചോദിച്ചാലും
ഒരുപക്ഷെ മമ്മൂക്കയുടെ വീട് എവിടെ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല, പക്ഷെ മണിച്ചേട്ടൻ്റെ വീട് എവിടെ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കുട്ടികൾ പറയും ചാലക്കുടിയിലാണ്. അത്രയും മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന കൊച്ചു കുട്ടികളടക്കമുള്ള ഒരു ദിവസത്തിൽ ഒരു സ്ഥലത്തെങ്കിലും മണിച്ചേട്ടൻ്റെ പേര് പറയാത്ത ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. അത് എവിടെയെങ്കിലും ഒരാളെങ്കിലും മണിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞിരിക്കും. അത്രയ്ക്കും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ മണിച്ചേട്ടൻ. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എപ്പോഴും നമ്മൾ പറയുമ്പോഴത്തേക്ക് എപ്പോഴും എന്നോട് പറഞ്ഞില്ല, നമ്മൾ ഒരിക്കലും സെലിബ്രിറ്റി എന്ന് പറഞ്ഞ ഒരു വാക്ക് അല്ലെങ്കിൽ അത് ജനങ്ങൾ നമുക്ക് തന്നെതാണ്. ഒരിക്കലും നമ്മൾ മനസ്സുകൊണ്ട് സെലിബ്രിറ്റി ആവരുത്. നമ്മളുടെ ഇടയിലുള്ള ഒരാളായിട്ട് നിൽക്കണം. എന്നാലേ നമ്മുടെ ഇടയിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സങ്കടം ഉണ്ടായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അത്രയും ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു കലാകാരനുപരി വലിയ മനുഷ്യനാണ് മണിച്ചേട്ടൻ. എല്ലാവരോടും മണിച്ചേട്ടനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം അവാർഡ് കൊടുക്കാൻ തിരഞ്ഞെടുത്തതും അതുപോലുള്ള ആൾക്കാരെ, മണികണ്ഠൻ്റെ പ്രോഗ്രാം ഞാൻ കാണാറുണ്ട്, മണികണ്ഠൻ്റെ പാട്ടുകൾ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടിട്ടുണ്ട്. ഇത്രയും വലിയൊരു കലാകാരനാണ്. ആ കലാകാരനെ കണ്ടെത്തി അങ്ങനെ ഒരു അവാർഡ് കൊടുത്തതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കലാഭവൻ. അദ്ദേഹത്തിനൂടെ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ സിക്കാർ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ മോഹൻലാലിൻ്റെ അടുത്ത് എന്നെ പരിചയപ്പെടുത്തിയത് എൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എടുത്തു വഴിക്ക് മോഹൻലാൽ മണിയോട് ചോദിച്ചു, മണിക്ക് എത്ര സഹോദരന്മാരുണ്ടെന്ന്. അദ്ദേഹം സുഹൃത്തുക്കളെ ഒരിക്കലും സുഹൃത്തായിട്ട് കാണില്ല, സഹോദര തുല്യനായിട്ടാണ് കാണുന്നത്. എന്നെ മാത്രമല്ല ഒരുപാട് സുഹൃത്തുക്കൾക്കുള്ള ആളാണ് മണി. അപ്പോൾ മണിയെ കുറിച്ച് ഞാൻ അധികം ഇവിടെ പറയുന്നില്ല. കാരണം നമ്മൾ നിൽക്കുന്ന ഈ ബിൽഡിങ് കഴിഞ്ഞ 1-ാം തീയതി മണിയുടെ പിറന്നാളായിരുന്നു. ആ പിറന്നാളിന് ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ബിൽഡിങ്ങാണ്. ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ അനുജൻ ആറവല്ലി രാമകൃഷ്ണൻ, ഞങ്ങൾ കണ്ണൻ എന്ന് വിളിക്കുന്ന രാമകൃഷ്ണൻ, നൃത്തലോകത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന 16 പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ആറവല്ലി രാമകൃഷ്ണൻ, അതായത് കണ്ണൻ. കണ്ണൻ ആ കാലഘട്ടത്തിൽ നൃത്തം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് പല സ്ഥലത്തും വാടകയ്ക്കെടുത്ത കെട്ടിടങ്ങളിലും മറ്റു സ്ഥലങ്ങളിലായിരുന്നു. അതുപോലെ തന്നെ മണി മിമിക്രിയിലുള്ളപ്പോഴും പ്രാക്ടീസ് ചെയ്തിരുന്നത് സ്ഥലം പോലില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളിലേക്കായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കലാകാരനും ചാലക്കുടിയിലെ അല്ലെങ്കിൽ ഈ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു കലാകാരനും പ്രാക്ടീസ് ചെയ്യാനും അവന് കല അഭ്യസിക്കാനും ഒരിടം വേണമെന്നുള്ള ലക്ഷ്യബോധത്തോടെയാണ് മണി ഈ കലാഗ്രഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ നാമകരണത്തിൽ ഉദ്ഘാടനം ചെയ്യിച്ചത്. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അത് നടത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ അനുജനും കൂടെ ഈ കെട്ടിടം അല്ലെങ്കിൽ ഇതിനു വേണ്ട സൗകര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുജനും കൂടിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. അദ്ദേഹം നല്ല രീതിയിൽ അനുജൻ അത് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. മണിച്ചേട്ടൻ എന്ന് പറയുന്ന ഈ മഹത് വ്യക്തിയെ ഞാൻ ഒരുപാട് വേദികളിൽ കാണാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. 2007 തോന്നുന്നു കൊല്ലം ജില്ലയിലെ ഉളിയക്കോവിൽ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ വെച്ച് നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ സോമദാസ് ചേട്ടനും മണിച്ചേട്ടനുമായിട്ട് എനിക്കൊരു സ്റ്റേജ് പങ്കിടാൻ പറ്റി. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ എന്താ നന്ദി എന്ന് പറയുന്ന ഇത് പറയാൻ എങ്ങനെ ഈ ഒരു ദിവസം നമുക്കാർക്കും അങ്ങനെ പറയാൻ പറ്റൂല. ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ മണിച്ചേട്ടൻ നമ്മളെല്ലാം മണിച്ചേട്ടൻ ഇവിടെ ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ്. നാളെ അല്ലെങ്കിൽ ഉടനെ എത്തും എന്നൊരു പ്രതീക്ഷയാണ് ആയിട്ടാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നന്ദിയായിട്ട് എനിക്ക് പറയാൻ ഒരിക്കലും ഈ വേദിയിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റൂല. അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. ഞാനാണെങ്കിൽ സത്യസന്ധമായിട്ട് പറയണം, ഒരു വേദികളിലും മണിച്ചേട്ടൻ്റെ പാട്ടുകളൊന്നും ഞാൻ പാടിയിട്ടില്ല. അതുപോലെ തന്നെ തനത് പാട്ടുകളൊന്നും പാടിയിട്ടില്ല. ഞാൻ ജനകീയ നവോത്ഥാന, അതായത് കേരളത്തിൽ നടന്ന ഭൂസമരങ്ങളും ജനകീയ പ്രക്ഷോഭങ്ങളിലും ആ കാലഘട്ടത്തിലുണ്ടായ ജനകീയ പാട്ടുകളാണ് പാടി ഞാൻ
ലോകമെമ്പാടുമുള്ള നല്ലവരായ മലയാളി സുമനസ്സുകളിലേക്ക് ഞാൻ ഇടം നേടിയത്. അതുകൊണ്ട് ഞാനൊരു അഹങ്കാരിയാണെന്ന് ആരും പറയരുത്. ഇങ്ങനൊരു വേദിയിൽ ആ മണിച്ചേട്ടൻ്റെ പാട്ട് അറിഞ്ഞൂടെന്ന് പറയുമ്പോൾ എങ്കിൽ പോലും മണിച്ചേട്ടൻ്റെ ഞാൻ ഒരു പാട്ടിനെ രണ്ടുപേരും ഞാൻ പാടിയിരിക്കും. അതിൻ്റെ ഒരു അവകാശമാണ് ഈ വേദിയിൽ എനിക്കതുപോലെ തന്നെ ആ മണിച്ചേട്ടൻ്റെ പേരിലുള്ള ഒരു അവാർഡ് ആ മണിച്ചേട്ടൻ്റെ കുടുംബത്തിലുള്ള ആ ട്രസ്റ്റ് ഭാരവാഹികൾ ഹൃദയ പുരസ്കാരം എനിക്ക് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ദിവസം കേരളത്തിൻ്റെ അകത്തുനിന്ന് ഒരുപാട് കലാകാരികളും മണിച്ചേട്ടനെ സ്നേഹിക്കുന്നവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ഒരുപാട് നന്ദിയും ആശംസകളും നേർന്നുകൊണ്ട് മണിച്ചേട്ടൻ്റെ 2 ലൈൻ പാടിയില്ലെങ്കിൽ ഞാനൊരു കലാകാരനാണോ? മിന്നാമിനുങ്ങേ മിന്നം മിനുങ്ങേ ഇങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ ഇങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ കൂട്ടിനു ഞാനും വന്നോട്ടേ മിന്നാമിനുങ്ങേ. താങ്ക് യു. ഞാൻ ട്രൈബൽ സോങ്ങുകളാണ് ഏറ്റവും കൂടുതൽ പാടുന്നത്. ഞാനൊരു എന്തായാലും ഒരു പാട്ട് പൂർത്തീകരിച്ചിട്ട് ഞാൻ പിന്മാറാണ്. വേദങ്ങൾ കേൾക്കാൻ കൊതിച്ച കാതിൽ ഈയും ഉരുക്കി ഒഴിച്ചു അമ്പെറിയാൻ അറിഞ്ഞു പോയോന്റെ പെരുവിരലു മുറിച്ചു സമൃദ്ധിയുടെ നാളുതീർത്തോനെ ആഴത്തിൽ ചവിട്ടി താട്ടി സമൃദ്ധിയുടെ നാളുതീർത്തോനെ ആഴത്തിൽ ചവിട്ടി താട്ടി ദൈവനാമം ഉരുക്കഴിച്ചോനെ ദൈവനാമം ഉരുക്കഴിച്ചോനെ ശൂലത്തിൽ കുത്തി നിർത്തി ഏതു കാലം മടങ്ങി വരണം നിങ്ങൾ ചൊല്ലും നന്മയുടെ നാളുകളേത് ഹോ വിളി ഉയരും നേരം മറഞ്ഞു നിൽക്കാനോ ദാഹനീര് കോരിയെടുത്താൽ കഴുത്തു പോകാനോ ഓഹോ വിളി ഉയരും നേരം മറഞ്ഞു നിൽക്കാനോ ദാഹനീര് കോരിയെടുത്താൽ കഴുത്തു പോകാനോ നിറഞ്ഞ താരുണ്യം പുറത്തു കാട്ടും ചേലിൽ നടക്കാനോ അടിമച്ചന്തയിൽ മാടുകളായി വിലയ്ക്ക് പോകാനോ ഏതു കാലം മടങ്ങി വരണം നിങ്ങൾ ചൊല്ലും നന്മയുടെ നാളുകളേത് കിഴക്കുമാനം ചുവക്കും മുമ്പേ പാടത്തിറങ്ങാനോ വെറും വയറ്റിൽ കിതച്ച് ചേറ്റിലിരായാനോ കിഴക്കുമാനം ചുവക്കും മുമ്പേ
വയറ്റിൽ കിതച്ച് കിതച്ച് ചേറ്റിലായാനോ താരള സ്വപ്നങ്ങളെല്ലാം ചിരിക്കു നൽകാനോ ചാട്ടവാറുകൾ കറുത്ത മേനിയിൽ ചാട്ടവാറുകൾ കറുത്ത മേനിയിൽ ചാലുകൾ വീഴ്ത്താനോ ചാലുകൾ വീഴ്ത്താനോ ഏതു കാലം മടങ്ങി വരേണം നിങ്ങൾ ചൊല്ലും നന്മയുടെ നാളുകളേത് കാടറിഞ്ഞു കാറ്ററിഞ്ഞു ഭൂമിയുടെ നോവറിഞ്ഞു സംഘബോധം മനസ്സിലെത്തിയ ദ്രാവിഡ പഴമാ കാടറിഞ്ഞു മനസ്സറിഞ്ഞു സമത്വം പ്രവൃത്തിയാക്കി സംഘനിർത്ത തേരേറിയ ദ്രാവിഡ പഴമാ ദ്രാവിഡ പഴമാ ഏതു കാലം മടങ്ങി വരേണം നിങ്ങൾ ചൊല്ലും നന്മയുടെ നാളുകളേത് ആയുധത്തിൻ പിൻബലത്തിൻ പടയൊരുക്കുന്നു പിന്നിൽ നിന്നും തികഞ്ഞെടുത്ത ഏതു നീതികൾ ഏതു കാലം മടങ്ങി വരേണം നിങ്ങൾ ചൊല്ലും നന്മയുടെ നാളുകളേത് നിങ്ങൾ ചൊല്ലും നന്മയുടെ നാളുകളേത്. താങ്ക് യു. കലാഭവൻ മണി ഓർമ്മകളുടെ കലാപമാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടികളിൽ സംഘാടനത്തിൽ പങ്കെടുക്കണം എന്ന് പുരോഗമന കലാസാഹിത്യ സംഘവും പട്ടികജാതി ക്ഷേമ സമിതിയും എല്ലാം നിശ്ചയിക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരെയും പോലെ അതിൽ അങ്ങനെ നിൽക്കുമായിരുന്നു. നമ്മൾ മണിയൊക്കെ വളർന്നു വരുന്നതിൻ്റെയൊക്കെ ഒരു പിന്നിലൊരു ചരിത്രമുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എല്ലാവരും പറഞ്ഞു ഒരു വിസ്ഫോടനം പോലെ കലാപം പോലെ ജീവിച്ച മനുഷ്യനാണ് കലാഭവൻ മണി. ചാലക്കുടിയെക്കുറിച്ച് എഴുതിയതൊന്നുമല്ല. ചാലക്കുടിയെക്കുറിച്ച് അതിമനോഹരമായ കാവ്യമുണ്ട്. മണിയൊന്നല്ല ആദ്യം എഴുതിയത്, നടുവങ്കവികളാണ്. ഞാൻ നടുവങ്കവികളെ കുറിച്ച് നമ്മുടെ ഇതിൽ എഴുതിയിട്ടുണ്ട്. നടുവങ്കവികളാണ് ആദ്യം എഴുതിയത്. ചാലക്കുടിയെക്കുറിച്ചുള്ളൊരു മഹാകാവ്യം തന്നെയുണ്ട്. ചാലക്കുടിയെക്കുറിച്ച് എഴുതിയത് കൊണ്ടല്ല മണി ചാലക്കുടിക്കാർക്ക് പ്രിയങ്കരനായിത്തീരുന്നത്, മലയാളിക്ക് പ്രിയങ്കരനായിത്തീരുന്നത്. കലാപം പോലെ ജീവിച്ചത് കൊണ്ടാണ്, കലയെ കലാപമാക്കി മാറ്റിയത് കൊണ്ടാണ്. ബൃഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്, ബർത്തോട്ട് ബൃഹത്തിൻ്റെ, കലാപരഹിതമായ കലാവസന്തങ്ങളില്ലാത്ത ഋതുക്കളെ പോലെയാണ് എന്ന്. ഒരു അഗ്നിപർവ്വതം പൊട്ടി ഒലിക്കുന്നത് പോലെയാണ്, ഒരു ലാവാപ്രവാഹം പോലെ ഓർമ്മകളെ പൊള്ളിച്ചുകൊണ്ടാണ് മണി ചരിത്രത്തിൽ ജീവിക്കുന്നത്. ഒരു കലാകാരൻ ജീവിച്ചതുപോലെയല്ല. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, മണിയെപ്പോലെ എന്നെപ്പോലെ നിരവധി ആളുകളുടെ ജീവിതത്തിനെ തടഞ്ഞു നിർത്തി, കെട്ടി നിർത്തി, അപമാനിച്ചും അവഗണിച്ചും അവമതിച്ചും നിശബ്ദതയുടെ ഗർഭപാത്രത്തിനകത്തിട്ട് ഞെക്കിക്കൊല്ലാം ഇവിടെ നിലനിൽക്കുന്ന ഒരു വരേണ്യ സവർണാധിപത്യ ഉപരിവർഗ സംസ്കാരത്തിൻ്റെ പ്രത്യയശാസ്ത്രമുണ്ട്. അതാണ്. അതിനോട് നിരന്തരമായി കലഹിച്ചുകൊണ്ടാണ്, കലാപം ചെയ്തുകൊണ്ടാണ് കലാഭവൻ മണി തൻ്റെ കലാജീവിതത്തിൻ്റെ മഹാസൗധങ്ങൾ കെട്ടിപ്പൊക്കിയത്. വെറുതെ ഉണ്ടായതല്ല, അതൊരു കലാപത്തിൻ്റെ ഉൽപ്പന്നമാണ്. ഇഞ്ചിലിഞ്ച് തടകെട്ടി നിർത്തി കലാഭവൻ മണിയെ മുന്നോട്ട് പോകാതിരിക്കാൻ തടകെട്ടി നിർത്തിയതിൻ്റെ എത്രയെത്ര ഉദാഹരണം മണിയുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കാണിക്കാൻ കഴിയും. പിന്നെ കലാഭവൻ മണിയും ചാലക്കുടി ചരിത്രം സംസ്കാരവും എന്നൊരു പുസ്തകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കലാഭവൻ മണിയിലൊരു ആണ്, പിന്നെ ആർ.എൽ.വി. രാമകൃഷ്ണനെ കുറിച്ചും ഒരു പഠനമുണ്ട്. തടകെട്ട് നിർത്തി തടഞ്ഞു വെക്കാൻ ശ്രമിച്ചു. അതിനെതിരായി പൊരുതി ചിറ തകർത്ത് മുന്നോട്ട് പോയതാണ് കലാഭവൻ മണി. ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത അതിവിസ്തൃതമായ
ഒരാകാശം സ്വന്തമാക്കിയത് ഈ കലാപം ചെയ്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ കലാപം ചരിത്രത്തിലേക്ക് വിന്യസിക്കുന്ന ഒരു ഊർജപ്രവാഹമുണ്ട്. ദളിതനെ, കറുത്തവനെ, പണിയെടുക്കുന്നവനെ, കീഴാളനെ തല ഉയർത്തിപ്പിടിച്ച് കലയിലും ജീവിതത്തിലും മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഊർജപ്രവാഹം മണിയുടെ ജീവിതത്തിലുണ്ട്. ആ ഊർജപ്രവാഹം ചരിത്രത്തിലേക്ക് ആവർത്തിച്ച് വിന്യസിക്കപ്പെടണം എന്ന് തോന്നിയത് കൊണ്ടാണ് ആയിരക്കണക്കിന് മനുഷ്യർ, പണിയെടുക്കുന്ന മനുഷ്യർ, ഞാനന്ന് ഓർക്കാണ്, ഞാനും എൻ്റെ ക്യാമറമാനും ചേർന്ന് 10,000-കൾക്കിടയിൽ ഈ മുഹൂർത്തങ്ങൾ ഇങ്ങനെ ഒപ്പിയെടുക്കാൻ, അങ്ങനെയാണല്ലോ പത്രക്കാർക്ക് എപ്പോഴും അത് ഞങ്ങളുടെ ഒരു ജന്മസിദ്ധ സ്വഭാവമാണ്. ഇതൊരു വൈകാരിക ഗാനങ്ങളെ ഒപ്പിയെടുക്കലും അത് വിന്യസിച്ച് കാണിച്ച ആളുകളെ അത്ഭുതപ്പെടുത്തലാണ് ഞങ്ങൾ ജീവിച്ചു പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. ഞാൻ കണ്ടുമുട്ടിയ എല്ലാ കണ്ണുനീരിന്റെ പുറകിലും പണിയെടുക്കുന്ന മനുഷ്യരായിരുന്നു. വലിയരെല്ലാം ഉണ്ട്, അവരെല്ലാം സ്റ്റേജുകളിലാണ്. എന്നാൽ കരഞ്ഞും കണ്ണീരും ഒഴിച്ചും നിലത്ത് വീണുരുണ്ടും മണിയുടെ കുഴിമാടത്തിൽ നിന്ന് ഒരുതരം മണ്ണെടുക്കാൻ ഇങ്ങനെ വ്യാകുലപ്പെട്ടും വിതുമ്പി നിന്ന 10,000-കണക്കിന് മനുഷ്യർ പണിയെടുക്കുന്ന മനുഷ്യരായിരുന്നു, സാധാരണ മനുഷ്യരായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഈ പണിയെടുക്കുന്ന മനുഷ്യന്റെ ജീവിത മൂല്യങ്ങളെ സ്വന്തം ശരീരഭാഷ്യത്തിലൂടെ പുനരാവിഷ്കരിച്ചു എന്നതാണ് മണി കലയിൽ നിർവഹിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മണിയേക്കാളും നല്ല നടന്മാരില്ലേ? ഉണ്ട്. മണിയേക്കാളും നല്ല നാടൻ പാട്ടുകാരില്ലേ? ഉണ്ട്. മണിയേക്കാളും നല്ല കലാകാരന്മാരില്ലേ? ഉണ്ട്. ഞങ്ങളെ സമ്മതിക്കുന്നു. പക്ഷേ ഈ പണിയെടുക്കുന്ന മനുഷ്യന്റെ അവന്റെ ഒരു സംസ്കാരമുണ്ടല്ലോ, അവന്റെ ഒരു ജീവിത മൂല്യമുണ്ടല്ലോ, അത് സ്വന്തം ശരീരഭാഷ്യത്തിലൂടെ പുനരാവിഷ്കരിച്ച കലാകാരനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കലാഭവൻ മണിയാണ്. അതുകൊണ്ടാണ് ഈ 10,000-ങ്ങൾ അവനവനെ തന്നെ മണിയിൽ കണ്ടെത്തുന്നത്. മണിയുടെ കുഴിമാടത്തിലേക്ക് ഒരു തീർത്ഥാടനം പോലെ വിവിധ ജില്ലകളിൽ നിന്ന് നിങ്ങളിങ്ങനെ ഒഴുകി വരുന്നത് നമ്മളെ നാം മണിയിൽ കണ്ടെടുക്കുന്നത് കൊണ്ടാണ്, നാം അതിൽ താതാത്മ്യപ്പെടുന്നത് കൊണ്ടാണ്. മണിയാണ് ഞാൻ എന്നും ഞാനായിരുന്നു മണിയെന്നും നമുക്ക് തോന്നുന്നത് കൊണ്ടാണ്. ഇത് നമുക്ക് നൽകുന്ന ഒരു ഊർജമുണ്ട് മുന്നോട്ട് പോകാൻ, പൊരുതി നിൽക്കാൻ, കീഴടങ്ങാതിരിക്കാൻ, ഈ പ്രത്യയശാസ്ത്ര മുന്നിൽ തലകുനിക്കാതിരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു ഊർജം മണിയുടെ ജീവിതം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഊർജം ചരിത്രത്തിൽ നിലനിൽക്കണം. അതും വരേണ്യതുമായി കൂട്ടിക്കെട്ടി ആഘോഷമാക്കി മാറ്റിയാൽ അങ്ങനെയാണ്. എല്ലാറ്റിനെയും തമസ്കരിക്കാനുള്ള മാർഗം അതിനെ ആഘോഷമാക്കി മാറ്റലാണ്. എല്ലാ കലാപങ്ങളിൽ നിന്നും അതിനെ സംരക്ഷിച്ചു നിർത്താൻ, പാവപ്പെട്ടവൻ അകറ്റി നിർത്താൻ ഒരു കാര്യം, മണി മരിച്ചപ്പോൾ അതിനെ ആഘോഷമാക്കുക. ആര് മരിച്ചാലും വിപ്ലവ ചെക്കുവേരയെ ആഘോഷമാക്കി മാറ്റുക. ഇതാണ്. ഇങ്ങനെ ആഘോഷമാക്കി മാറ്റി അതിന്റെ കലാപത്തിൽ നിന്ന് സന്ദർഭത്തെ അടർത്തി മാറ്റുന്ന ഈ തന്ത്രമുണ്ടല്ലോ, ആ തന്ത്രത്തിൽ നിന്ന് മണിയുടെ ഓർമ്മകൾ വേർതിരിഞ്ഞു നിൽക്കണം. ആരെങ്കിലും, ചില ആളുകളെങ്കിലും അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതൊരു കലാപമായിരുന്നു, പൊള്ളിക്കുന്നതാണ് ഈ ഓർമ്മകൾ, ഇത് ആഘോഷമല്ല, ഇത് ഞങ്ങളെ പൊള്ളിക്കുന്നു, ചരിത്രത്തെ പൊള്ളിച്ചുണർത്തുന്നു, തലയുയർത്തിപ്പിടിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്ന് ഇങ്ങനെ ആവർത്തിച്ച് ചരിത്രത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ് ഇവിടെ ഇങ്ങനൊരു സംഘാടനത്തിൽ പങ്കെടുക്കണം എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം. അത്തരം ഈ ഓർമ്മകളുടെ പൊള്ളലിലേക്ക് ആവർത്തിച്ചെത്താൻ വിവിധ ജില്ലകളിലെ കേന്ദ്രങ്ങളിൽ നിന്ന് നിങ്ങൾ സന്നദ്ധമായി, ചാലക്കുടിയിൽ നിന്ന് മാത്രമല്ല, ഞങ്ങൾക്കറിയാം ചാലക്കുടി മാത്രമല്ല ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഈ കേരളത്തിൻ്റെ വലിയ പരിച്ഛേദം ഇവിടെയുണ്ട്. അത് ആ ഓർമ്മകളെ ഹൃദയത്തിൽ ആവഹിക്കാൻ വരുന്നവരാണ്, അതിൻ്റെ ഊർജം സ്വീകരിക്കാൻ വരുന്നവരാണ്. അദ്ദേഹം നടന്ന മണ്ണിലൂടെ നടക്കുമ്പോൾ, അദ്ദേഹം വിശ്രമിക്കുന്ന മണ്ണിൽ, ആ പച്ചമണ്ണിൽ തൊടുമ്പോൾ പാടിയിലൊക്കെ ആളുകൾ പോകുന്നത് അങ്ങനെയാണ്, ചെരുപ്പിടാതെയാണ്. ചെരുപ്പ് വെറും മണ്ണിൽ എവിടെയെങ്കിലും അഴിച്ചു വെച്ചിട്ടാണ് പലരും പാടിയിലേക്ക് നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ മണ്ണിലൂടെ വെറും കാലിൽ ഇങ്ങനെ നടന്നു തീർക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു ഊർജമുണ്ടല്ലോ, ആ ഊർജം സ്വീകരിക്കാനാണ് നിങ്ങൾ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഓർമ്മപ്പെടുത്താനാണ് ഈ അനുസ്മരണം. ഇതൊരു ആഘോഷമേ അല്ല, ഒരു ആചരണമേ അല്ല, ഓർമ്മപ്പെടുത്തലാണ് ചരിത്രത്തെ. ഇതാ ഇങ്ങനെ ഊർജം നിരന്തരമായി ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ, കലാപകാരിയായ ഒരാൾ, ചരിത്രത്തെ പൊള്ളിച്ചുകൊണ്ട് ലാവാപ്രഭാവം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇതാ ചാലക്കുടിയിൽ ഉണ്ടായിരുന്നു എന്ന് കേരളത്തെയാകെ, പൊരുതുന്ന മനുഷ്യരെയാകെ, അതിജീവിക്കാൻ പ്രയാസപ്പെടുന്ന മനുഷ്യരെയാകെ തലയുയർത്തിപ്പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഈ ഓർമ്മകൾ
അവർക്ക് സമ്മാനിക്കാനാണ് ഈ അനുസ്മരണം. അതിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന് വേണ്ടിയും പട്ടികജാതി ക്ഷേമ സമിതിക്ക് വേണ്ടിയും ഇവിടുത്തെ ചാലക്കുടിക്കാരന്മാരുടെ കലാ സംഘടനയായ ശബ്ദാനുകരണ കലയുടെ സംഘടനയായ ഫേസിന് വേണ്ടിയും അതിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടിയും പ്രിയപ്പെട്ടവരെ മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഇവിടെ വന്നു, എല്ലാവരെയും കണ്ടു, സന്തോഷമായി. പക്ഷേ ഇവിടെ വരുമ്പം ആ സന്തോഷം എന്തോ മനസ്സിൽ വരുന്നില്ല. ആദ്യം വരുന്നത് സങ്കടമാണ്. പക്ഷെ നമ്മൾ സങ്കടപ്പെട്ടൊരു കാര്യമില്ലെന്ന് നമുക്കറിയാം. ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ല, ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമേ അഭിനയിക്കാൻ അറിയുള്ളൂ. പക്ഷേ മണി എന്ന് നമ്മൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും അത് നമുക്ക് താങ്ങാൻ കഴിയാത്തൊരു വിഷമം തന്നെയാണ്. മണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു 3-4 പടത്തിൽ മണിയുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. അതുമാത്രമല്ല, ഇന്ന കലാകാരനോ കലാകാരിയെന്നോ മണിക്ക് വ്യത്യാസമില്ല. എല്ലാം മണിയുടെ സ്വന്തമാണ്, മണിയുടെ കൂടപ്പിറപ്പുകളാണ്. ഒരാളും വിഷമിച്ചൊരു സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല. എനിക്ക് മണിയെ മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും വലുത് ആണ്ടവൻ ആണെന്നാണ് തോന്നുന്നത്. പടത്തിൻ്റെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല. ആണ്ടവനാണെന്നാണ് തോന്നുന്നത്. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തീരെ സുഖമില്ലാണ്ടിരിക്കുന്നൊരു അവസരമാണ്. അപ്പം ഞാനതിന് വന്ന് അഭിനയിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഞാൻ സ്വതവേ ഞാൻ പോയ കോടാലിയാണ്. എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അത് മണിക്കറിയാം. പക്ഷെ ഞാൻ ഒരിടത്ത് ഇരുന്നപ്പോൾ ഷോട്ടിന് അങ്ങോട്ട് പോകണ മണി തിരിച്ചിങ്ങോട്ട് വന്ന്, എന്താ ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഒന്നുമില്ല. എന്താ പറയൂ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഹസ്ബൻഡ് ഇങ്ങനെ സുഖമില്ലാണ്ടിരിക്കുക. എന്താ? അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ എന്നോട് ആദ്യം തന്നെ പറഞ്ഞത്, ചേച്ചി ഇങ്ങനെ കണ്ണിൽ വെള്ളവും നിറച്ച് ഊതിക്കെട്ടി ഒരിടത്ത് ഇരിക്കുമ്പോൾ ചേച്ചിയെ വിളിക്കാൻ മറ്റൊരു വ്യക്തി വരികയാണെങ്കിൽ ആ വ്യക്തിയോട് പറയും എന്താണെന്നറിയോ? അവരെ വിളിക്കണ്ട, അവരെപ്പോഴും എന്താ കണ്ണീരും ഇതൊക്കെ ആയിട്ട് നടക്കുകയാണ്, ഒരു ഐശ്വര്യമൊന്നും ഉണ്ടാവില്ല, അവർക്ക് എപ്പോഴും സങ്കടവും കാര്യമാണ്. ചേച്ചി എപ്പോഴും ആ പോയ കോടാലിയായിട്ട് തന്നെ നടക്കണം. അതുകൊണ്ട് ചേച്ചി ഒരിക്കലും വിഷമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മണി പോയപ്പോൾ ഞാൻ ആലോചിച്ചു. സത്യമാണ്. കാരണം ഞാനിങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കുമ്പോൾ അതെനിക്ക് അനുഭവം വന്നു. മണി എന്തൊരു കാര്യം നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ലാസ്റ്റ് അത് അനുഭവത്തിൽ കൂടി വരും. പിന്നെ മണി ഉള്ള ഏതൊരു ഷൂട്ടിന് ചെന്ന് കഴിഞ്ഞാലും മണിക്ക് അതിൽ ഇന്ന കല എന്നുള്ളതൊന്നുമില്ല. ഏത് കലയായാലും ശരി, ഒരു കല ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ശരി, മണീനെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താന്ന് പറയാൻ പറ്റില്ല. മണി എന്നുള്ളത് പറയുമ്പോൾ തന്നെ അവർക്ക്. പിന്നെ തമിഴ്നാട്ടിൽ മണിയെക്കുറിച്ചൊരു ഇപ്പം ഞാൻ രജനി സാറിൻ്റെ പടത്തിന് അഭിനയിക്കാൻ ഒരു ഭാഗ്യം എനിക്കും കിട്ടി. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയണത്. അവിടെ നിന്ന് എവിടെയാണ് സ്ഥലം എന്താണെന്നൊക്കെ ചോദിച്ച് കേരളം എന്നൊക്കെ പറഞ്ഞപ്പോൾ മണിയെ സംസാരിച്ചപ്പോൾ പറഞ്ഞ് രജനീകാന്ത് എന്ന് പറഞ്ഞ വ്യക്തി മണിക്ക് വേണ്ടി കാത്തിരുന്നു എന്നാണ് പറഞ്ഞത്. അത് ചരിത്രത്തിൽ ആദ്യമാണ്. കാരണം അതെന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും മണി അവിടെ സ്വാധീനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കണം. ഈ കേരളത്തിൽ നിന്നും പോയി അത്രയും മണിയുടെ സ്വഭാവമാണ് അവിടെയൊക്കെ പറയണത്. ഒരു ആർട്ടിസ്റ്റാണ്, അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരാളാണെന്ന്, ഒരു ആർട്ടിസ്റ്റാണെന്ന് അതൊന്നുമില്ല. ഒരു സാധാരണക്കാരനെ പോലെ ഇതിലൊക്കെയോ ചെന്നെന്ന് കുറേ പറഞ്ഞ് അതുപോലെ കഷ്ടപ്പെട്ട് ചെന്നു. അപ്പോൾ അവരെല്ലാവരും മണി ചെന്നപ്പോൾ എണീറ്റ് നിന്നാണ് പറയണത്. അത്രയും ബഹുമാനമാണ് മണിയുടെ പേരിൽ. അതെല്ലാം മണി സ്വയം ഉണ്ടാക്കിയെടുത്തതാണ്. പക്ഷേ ഒരു കാര്യം മാത്രം മനസ്സിൽ ആഗ്രഹം, ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം മണിയുടെ പേരിൽ ഈ ഒരു സംരംഭം നടത്താൻ അതിനുള്ളൊരു സ്വാതന്ത്ര്യം, അതിനുള്ളൊരു ആരോഗ്യം, അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും മണിയുടെ അനിയൻ കണ്ണൻ, നിങ്ങളെല്ലാവരും പറഞ്ഞ RB രാമകൃഷ്ണൻ അതിന് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എല്ലാവരും കുറേ കാലം കഴിയുമ്പോൾ എല്ലാവരും മറന്നു പോകും. പക്ഷേ ഇതങ്ങനെ മറക്കാൻ പാടില്ല. ഞാനൊക്കെ ആദ്യത്തിൽ വിചാരിച്ചിരുന്നത് കണ്ണൻ മണിയുടെ മകനാണെന്ന്. അതുപോലെയായിരുന്നു മണിയുടെ സംസാരവും പെരുമാറ്റമൊക്കെ. ഒരിക്കലും ഞാൻ ചോദിക്കാനുണ്ടായി, ഇല്ല ചേച്ചി എനിക്കൊരു മോളേ ഉള്ളൂ, കണ്ണൻ എൻ്റെ അനിയനാണെന്ന്. ആ ഒരു സ്നേഹം ഇന്നും നിലനിർത്തിക്കൊണ്ട് പോന്ന് ഒരു കെടാവിളക്കായിട്ട് എന്നും ഇത് നിലനിൽക്കട്ടെ.
വർഷത്തിലൊരിക്കലെങ്കിലും ഇതുപോലെ കൂടാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഇന്നലെ ഞാൻ എറണാകുളത്ത് കലൂര് ഗോകുലം പാർക്കിൽ മണിയുടെ അനുശോചനം ഉണ്ടായിരുന്നു. എന്നെ ക്ഷണിച്ചായിരുന്നു. എനിക്ക് അവാർഡ്, പിന്നെ അവരുടെ പത്രം, പൊന്നാട ഒക്കെ കിട്ടി. ഇന്ന് വേറൊരു സ്ഥലത്തേക്കും കൂടി വിളിച്ചു. പക്ഷെ എനിക്ക് ഇന്നലെ ഇന്നൊന്നും പോകാൻ പറ്റില്ല. മണിയുടെ ഒരു പ്രശ്നമായതുകൊണ്ട് വരാതിരിക്കുകയാണ്. എൻ്റെ അമ്മ തീരെ വയ്യാണ്ട് കിടക്കുവാണ്. അമ്മയുടെ അടുത്തുനിന്ന് മാറാൻ പറ്റില്ല. അപ്പം ഞാൻ കണ്ണനോട് വിളിച്ച് പറഞ്ഞു, അണ്ണ എന്തെങ്കിലും ഒരു രക്ഷ ഉണ്ടെങ്കിൽ ഞാൻ വരാം, ഞാൻ വന്നിട്ടൊന്ന് പോരാം. ഇന്നലെ അവരോടും ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് പോരാം. പക്ഷേ അങ്ങനെയെങ്കിലും കുറച്ച് സമയം നമുക്ക് മണിയെ കുറിച്ചുള്ള ആ ഒരു സന്തോഷ വർത്തമാനങ്ങൾ, കാരണം മണിയെ കുറിച്ച് പറയുമ്പോൾ ആർക്കും വേറെ ഒന്നും പറയാനില്ല. എല്ലാം മണി ചെയ്ത നന്മകൾ മാത്രമേ പറയാനുള്ളൂ. ഇത് തന്നെ ലോകത്ത് എന്നും നിലനിൽക്കട്ടെ. ഒരു കടാവിളക്ക് പോലെ എന്നും എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് എല്ലാവരും, ഒരു കലാകാരനായാലും കലാകാരിയായാലും മണീനെ കണ്ടു പഠിക്കട്ടെ. മണി നമുക്ക് അതുപോലെ പഠിക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് സന്ദർഭങ്ങൾ എല്ലാം മണി തന്നിട്ടാണ് പോയത്. അതെല്ലാവരും നിലനിർത്തിക്കൊണ്ട് പോവുക. നമുക്ക് എല്ലാ വർഷത്തിലും ഇപ്പം ഇവിടെ പലരും പ്രസംഗിച്ചു. സംഭവം പ്രസംഗമല്ല, കാരണം ഇതെല്ലാം കാര്യങ്ങളാണ്. മണീനെക്കുറിച്ച് ഒന്നും പ്രസംഗിക്കാനില്ല. മണി ചെയ്ത നല്ല കാര്യം. പിന്നെ ഞാൻ അന്ന് മണിയുടെ മരിച്ചെന്ന് ഞാൻ ഇവിടെ ഇല്ല, ഞാനൊരു ലൊക്കേഷനിലാണ്. പക്ഷേ TV തുറന്നപ്പോൾ ഞാൻ കണ്ടപ്പം കാലില്ല അദ്ദേഹത്തിന്. ഒരു സാധാരണക്കാരൻ ഒരു പലകേമൽ 4 വീല് വെച്ച് കളഞ്ഞിട്ട് അദ്ദേഹമാണ് അല്ലേ ഭഗവാനെ. സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം എന്താ വെച്ചാൽ ഒന്നുമല്ല, ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടി ആ റോട്ടിൽ കൂടി നിരങ്ങി 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 പോണ് കണ്ടു. അദ്ദേഹം എനിക്കറിയാൻ പാടില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരെ മണി സ്നേഹിച്ച സ്നേഹത്തിൻ്റെ കാഠിന്യമാണത്, അല്ലാതെ ഒരു നടനെ കാണാനല്ല. മണിയുടെ സ്നേഹത്തിൻ്റെ കാഠിന്യമാണത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പോലും മണി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനാണ്. അത് നമ്മളെല്ലാവരും നിലനിർത്താം. മണീനെ പോലെ എല്ലാവർക്കും ആർക്കും ആവാൻ കഴിയില്ല. എന്നാലും എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നവർ അതുപോലെ ചെയ്യുക, അത് നിലനിർത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എനിക്ക് പാട്ടൊന്നും അറിയില്ല, ഞാൻ പാട്ട് പാടുന്ന ആളില്ല. അതിപ്പോൾ ഇവിടെ ആ കുട്ടി പാടി, എന്താ മിന്നും മിനുങ്ങ മിന്നാ മിനുങ്ങെന്ന്. അതിൻ്റെ ഒരു 2 വരി കേൾക്കുമ്പോഴേ ഞാൻ പാടാനല്ല, ഒരു വരി ഒന്ന് പാടിയിട്ട് ഞാൻ പറയാതെ പറയാൻ വേണ്ടിയിട്ടാണ്. മിന്നും മിനുങ്ങേ മിന്നാ മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം. പക്ഷെ അത് നമ്മൾ മണിയോട് ചോദിക്കേണ്ടതാണ്, എങ്ങോട്ടാണ് ഈ തിടുക്കം കാട്ടിപ്പോയത്? നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന്നു ഞാനും വന്നോട്ടെ. മണിയോട് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് മണി എഴുതി വെച്ച പാട്ട്. എങ്ങോട്ടാണ് ഈ തിടുക്കം കാട്ടിപ്പോയത്? തനിച്ചല്ലേ പോണു, പേടിയാവില്ലേ, ഞങ്ങളും കൂടെ വരണ്ടേന്ന്. അതുപോലെ ഓരോ പാട്ടിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ഞാൻ എൻ്റെ മനസ്സിലത് ഉദ്ദേശിച്ചു. പക്ഷേ ആ കുട്ടിയുടെ പാടി മുഴുവനല്ലെങ്കിലും ഒരുപാട് സന്തോഷമായി കേട്ടതിൽ. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. സ്നേഹപൂർവ്വം ഞങ്ങൾ മിമിക്രി മത്സരം നടത്തിയിരുന്നു ഇന്നലെ കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ സമീറ സജി എന്ന് പറയുന്ന ആ കുട്ടിക്ക് സമ്മാനം നൽകാൻ ലീല ചേച്ചിയെ നല്ലൊരു കയ്യടിയോടുകൂടി ലീല ചേച്ചിയെ ക്ഷണിക്കാം. സ്വീകരിക്കാൻ സമീറ സജിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൊമെന്റോയും ക്യാഷ് അവാർഡും ഉണ്ട്. വലിയൊരു കയ്യടി കൊടുക്കാം സമീറയ്ക്ക്. ക്യാഷ് അവാർഡ് ചേച്ചി എടുക്കട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്ത വർഷം ഫേസ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മിമിക്രി മോണാക്ട് മത്സരം നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന തലത്തിൽ. കാരണം നാടൻപാട്ട് മത്സരം സംസ്ഥാന തലത്തിൽ യുവജനക്ഷേമ ബോർഡ് നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ മാതാപിതാക്കളുടെയൊക്കെ അറിയിപ്പിലേക്ക് ആയിട്ട് പറയുകയാണ്, അടുത്ത വർഷം ഇതേപോലെ തന്നെ 5-ാം തീയതി നമ്മൾ മോണാക്ട് മിമിക്രി മത്സരം ഇവിടെ വെച്ച് തന്നെ നടത്തുകയാണ്. ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇവിടെ ഞങ്ങളുടെ ഫേസ് ചാലക്കുടി എന്ന് പറയുന്ന സംഘടന ഇവിടെ തുടങ്ങാൻ അനുവദിച്ച രാമകൃഷ്ണനും അതുപോലെ തന്നെ എല്ലാ പരിപാടിയുമായിട്ട് സഹകരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ RLB രാമകൃഷ്ണന് പ്രത്യേകം ഫേസിന്റെ സെക്രട്ടറി എന്ന പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നിർത്തുന്നു. താങ്ക് യു. വാസ്തവത്തിൽ മണിയുമായിട്ടുള്ള എൻ്റെ അനുഭവം എന്ന് പറയുന്നത്
വിദ്യാഭ്യാസ ഘട്ടങ്ങളിൽ ആരംഭിച്ചതാണ്. ചാലക്കുടി ഈസ്റ്റ് സ്കൂള് ഇന്ന് ഗേൾസ് ഹൈ സ്കൂളായിട്ട് അത് മാറിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പഠിക്കുമ്പോൾ അന്ന് ആൺകുട്ടികൾ അടക്കം പഠിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടായിരുന്നു. അന്ന് LP സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുതൽ മണിയുമായുള്ള ബന്ധം നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മണി ഇത്തരമൊരു ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ നല്ല സൂചനകൾ അത്തരം നിമിഷങ്ങളിൽ നിന്ന് ലഭ്യമായിട്ടുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം അവനെ പ്രയാസപ്പെടുത്തുന്നത് വിശപ്പ് തന്നെയാണ്. ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മുടെ കുട്ടികളടക്കമുള്ള പുതിയ തലമുറയ്ക്ക് അത് എത്രമാത്രം അനുഭവവേദ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ സൂചനകൾ ഉണ്ടാവാം. പക്ഷേ അത്തരമൊരു സന്ദർഭത്തിൽ ഏതാണ്ട് 10-35 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് ഉപ്പുമാവ് വിതരണം ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. എൻ്റെ അനുഭവത്തിൽ ആ ഈസ്റ്റ് സ്കൂൾ പഠിക്കുന്ന സന്ദർഭത്തിൽ മണിയുടെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് അവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുകയും അത് വിശക്കുന്ന കുട്ടികൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു ജോലിയാണ്. പഠിക്കുന്നതോടൊപ്പം തന്നെ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി മണി അന്ന് ഏറ്റെടുത്തിരുന്നു. അതിന് ചിത്രം എൻ്റെ മുമ്പിൽ മനസ്സിൽ തെളിഞ്ഞവരാണ്. തുടർന്ന് നിരവധി കഷ്ടപ്പാടുകൾ കൂടി അല്ലേ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അത്തരം സന്ദർഭത്തിൽ തന്നെ കലാപ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ തന്നെ വലിയ വെല്ലുവിളികൾ ജീവിതത്തിൻ്റെ അകത്ത് മണിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ തൊട്ട് താഴെയുള്ള പുഴയിൽ മണൽ തൊഴിലാളിയായി, ചുമട്ടുകാരനായി, ഓട്ടോറിക്ഷ ഡ്രൈവറായി അങ്ങനെ ജീവിതത്തെ നേരിട്ട വ്യക്തിത്വമാണ് കലാഭവൻ മണി. ആ അനുഭവങ്ങളാണ് മണിയെ മനുഷ്യത്വത്തിന്റെ രൂപത്തിൽ ഒരു മനുഷ്യനായി ജീവിക്കാൻ ഘടകമായി തീർത്തത്. അത് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ മണിക്ക് വലിയ തോതിലുള്ള സ്വീകരണങ്ങൾ ലഭിക്കുമ്പോഴും മണി ഈ പറയുന്ന തൻ്റെ ജീവിതത്തെ പിന്നാമ്പുറത്ത് താൻ കടന്നു വന്ന വഴികൾ മറന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിലെ ഒരു കലാകാരനും കിട്ടാത്തത്ര വിധത്തിലുള്ള വലിയ തോതിലുള്ള പിന്തുണ ഇപ്പോഴും മണിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലത്തിൽ നമ്മൾ ഇത്തരം പരിപാടികൾ, ഈ അനുസ്മരണങ്ങൾ ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ അതിൽ ആളെ കൂട്ടാൻ വേണ്ടി വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. എന്നാൽ ഇവിടെ നിരവധി സംഘടനകൾ കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ മണിയുടെ കുടുംബ ട്രസ്റ്റ്, അതുപോലെ തന്നെ പുരോഗമന കലാസാഹിത്യ സംഘം, ഫേസ്, ലൈബ്രറി കൗൺസിലൊക്കെ ഇതിൻ്റെ സംഘാടനത്തിലുണ്ടെങ്കിലും ആളുകൾ കൂട്ടാൻ വേണ്ടി ഒരു പണി ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ജീവിതത്തിൽ അവരുടെ മനസ്സിൽ, ഹൃദയത്തിൽ മണിക്ക് കൃത്യമായ ഒരു സ്ഥാനമുണ്ട്. അതൊരു കലാകാരന് ലഭ്യമാകാത്തതാണ്. അതുകൊണ്ട് തന്നെ എവിടെ മണിയുടെ അനുസ്മരണം സംഘടിപ്പിച്ചാലും നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആളുകൾ വന്നു ചേരും. അത് മണി തൻ്റെ ജീവിതത്തിൽ നടത്തി തീർത്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ്. തീർച്ചയായും ഈ അനുസ്മരണ ചടങ്ങ് ഇവിടെ ഏതാനും സമയത്തിനുള്ളിൽ അവസാനിക്കും. ഈ പ്രവർത്തനം മലയാളികളുള്ള കാലഘട്ടത്തോളം മുന്നോട്ട് പോകും. മണി മനുഷ്യ മനസ്സിൽ ജീവിക്കുന്ന, സ്ഥിരം ജീവിക്കുന്ന ചിരഞ്ജീവിയായി മാറും. തീർച്ചയായും ഈ ചടങ്ങിൽ പങ്കുചേർന്നിട്ടുള്ള മുഴുവൻ മനുഷ്യസ്നേഹികൾക്കും കലാഭവൻ മണിയുടെ പേരിലുള്ള ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചാലക്കുടി ലൈബ്രറി കൗൺസിലിൻ്റെ പേരിലുള്ള നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട്, ആശംസകൾ അർപ്പിച്ചുകൊണ്ട്, മണിയുടെ അത്യുജ്വലമായ ജീവിതത്തിന് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നിവിടെ കൂടിയിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും മണിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് കലാകാരന്മാരും കൊളപ്പള്ളി ലീല ചേച്ചി അടക്കമുള്ള ആൾക്കാരും മണിച്ചേട്ടൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. എനിക്ക് മണിച്ചേട്ടനുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് എൻ്റെ വീട് ഇവിടെ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്തായിരുന്നു. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് മണിച്ചേട്ടൻ ഏറെ ഇഷ്ടപ്പെടുന്ന
ഒരുപാട് കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദേവിയാണ് കണ്ണമ്പുഴ ഭഗവതി. കണ്ണമ്പുഴ ഭഗവതിയുടെ ഉത്സവമാണെന്ന്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഈ ഉത്സവത്തിന് മണിച്ചേട്ടൻ ഒരുക്കുന്നൊരു താലി ഉണ്ടായിരുന്നു. ഇന്ന് ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരുപാട് ചെണ്ടമേളവും ഘോഷയാത്രകളൊക്കെ സംഘടിപ്പിക്കുന്നൊരു ദിവസമായിരുന്നു. പിന്നെ ഇവിടെ എന്നെക്കുറിച്ച് പറഞ്ഞ മാളച്ചേട്ടൻ്റെ ഡ്യൂപ്പായിട്ടാണ് സിനിമയിൽ 1995 ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. അത് മാളച്ചേട്ടൻ്റെ ഡ്യൂപ്പായിട്ടായിരുന്നു ആ സിനിമ. ഇപ്പം എന്നെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല ആളാണ് ഞാനെന്ന് മനസ്സിലാവില്ല. ഒരു 10-25ഓളം സിനിമകൾ ആ സമയത്ത് ചെയ്തു. അതിനപ്പുറം മണിച്ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ സംഗീതം ചെയ്യാൻ ഭാഗ്യം കിട്ടിയൊരു കലാകാരനും കൂടിയാണ്. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന, നിങ്ങളെല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്ന കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാവട്ടെ എന്ന പാട്ടാണ് ഞാൻ 1999 ആദ്യമായിട്ട് സംഗീതം ചെയ്യുന്നത്. അതിനുശേഷം ഒരുപാട് പാട്ടുകൾ 100 ചില്ലാൻ പാട്ടുകളോളം ഞാൻ ആളെ കൊണ്ട് പാടിച്ചു. മണിച്ചേട്ടൻ വിട പറഞ്ഞു പോകുന്ന സമയത്തും എൻ്റെ പാട്ടുകൾ പാടിക്കൊണ്ടാണ് ലാസ്റ്റ് അദ്ദേഹം നമ്മളെ വിട്ടു പോകുന്നത്. പല ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, നേരെ പടിഞ്ഞാറ് സൂര്യൻ അതാണ് ലാസ്റ്റ് പാട്ട് എന്നൊരു ധാരണയുണ്ടായിരുന്നു എല്ലാവർക്കും. അത് ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം അതിൻ്റെ വരികളൊക്കെ നോക്കുമ്പോൾ മണിച്ചേട്ടൻ്റെ മരണമായിട്ട് കൂട്ടി യോജിക്കുമ്പോൾ ഒരുപാട് അർത്ഥമുണ്ട് ആ പാട്ടിൽ. അപ്പം എല്ലാവരും തെറ്റിദ്ധരിച്ചു പോയി. നേരെ പടിഞ്ഞാറ് സൂര്യൻ എന്ന പാട്ടാണ് മണിച്ചേട്ടൻ അവസാനമായിട്ട്, അല്ലെങ്കിൽ മണിച്ചേട്ടൻ മരണപ്പെടുന്ന അറിഞ്ഞപ്പോൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പാടിയതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. പക്ഷെ അതെല്ലാം റെക്കോർഡിങ്ങിൽ പാടുന്നത് ഞാൻ സംഗീതം ചെയ്ത് ഞാൻ തന്നെ എഴുതിയ പാട്ടായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർക്കാരാണ് ഗിടിയെ എന്നുള്ള പാട്ടാണ് അദ്ദേഹം പാടുന്നത്. അപ്പം മണിച്ചേട്ടനെ കുറിച്ച് ഒരുപാട് ഓർമ്മകളാണ്. ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല, കാരണം സമയപരിധികൾ ഒരുപാടുണ്ട്. ഫേസ് ചാലക്കുടി എന്ന് പറയുന്ന സംഘടന തുടങ്ങുന്നത് മണിച്ചേട്ടൻ്റെ ജന്മദിനത്തിലാണ്. ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ സംഘടന തുടങ്ങുന്നത്, ജനുവരി 1-ാം തീയതി. അപ്പം ഞങ്ങളന്ന് പാടിയിൽ വെച്ച് നടത്താമായിരുന്നു ആണ് മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീടാണ് രാമകൃഷ്ണൻ പറഞ്ഞത് പാടിയിൽ വെച്ച് നടത്തണ്ട, അവിടെ മാനസികമായിട്ട് വരാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ചേട്ടൻ്റെ ഓർമ്മകൾ എല്ലാം അവിടെ, അപ്പോൾ ഒരു തുടക്കം കുറിക്കാൻ പറ്റുന്നൊരു സാഹചര്യം അവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് 1-ാം തീയതി ഇവിടുന്ന് ഫേസ് ചാലക്കുടി എന്ന് പറയുന്ന സംഘടന തുടങ്ങുന്നത്. തുടങ്ങി ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, മണിച്ചേട്ടൻ്റെ ഈ അനുസ്മരണത്തിൽ ഒരു മിമിക്രി മത്സരം വെക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം മണിച്ചേട്ടൻ വന്നത് മിമിക്രിയിലൂടെയാണ്. അപ്പം ഞങ്ങൾ ഇന്നലെ ഒരു മിമിക്രി മത്സരം ഇവിടെ നടത്തി. ഒരുപാട് കുട്ടികൾക്ക് സമ്മാനദാനങ്ങൾ കൊടുക്കാൻ പറ്റി. അതെല്ലാം വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. എന്തായാലും അടുത്ത കൊല്ലം സ്ഥലസ്ഥാന എല്ലാ ജില്ലകളിൽ നിന്നും, കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മോണാക്ട് മിമിക്രിയും നടത്താനാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ തന്നെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ കഴിവുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ തന്നെ ബന്ധപ്പെടാം. അടുത്ത കൊല്ലം നമ്മൾ 5-ാം തീയതി ഇതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ വലിയൊരു മിമിക്രി മോണാക്ട് മത്സരം നടത്തുന്നതായിരിക്കും. എന്തായാലും എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞു, മണിച്ചേട്ടൻ്റെ 2 വരി പാട്ട് പാടണം എന്നോട് ഒരുപാട് പ്രേക്ഷകർ ഇവിടെ വന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട പാട്ട് മിന്നാമിനിങ്ങെ എന്ന് പറഞ്ഞ പാട്ടാണ് പാടാൻ പറഞ്ഞത്. അപ്പോൾ അതിവിടെ മണികണ്ഠൻ വളരെ മനോഹരമായിട്ട് പാടി. അപ്പം എന്നാൽ ചില ആൾക്കാർ ഇവിടെ നിന്ന് പറയണ്ടായിരുന്നു മണിച്ചേട്ടൻ്റെ പാട്ട് വേണം, മണിച്ചേട്ടൻ്റെ പാട്ട് വേണമെന്ന്. അപ്പം ഞാൻ മ്യൂസിക്കൊന്നും ഇല്ലാതെ 2 വരി പാടണം, മിന്നാമിനിങ്ങെ പാടണം. ഓക്കെ, ശരി. ഒരു 2 വരി നിങ്ങൾക്ക് വേണ്ടി. എന്തായാലും മണിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. മണിച്ചേട്ടൻ്റെ പാട്ട് കേൾക്കാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. ഒരുപാട് പേര് ഇന്നും മണിച്ചേട്ടനെ ഓർക്കുന്നത് സിനിമ ക്യാരക്ടറിലൂടെ അല്ല, അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടിലൂടെയാണ്. മണിച്ചേട്ടനൊക്കെ കാണുമ്പോൾ, ഒരു നടനെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അടുത്ത സിനിമ ഏതാണ്,
അടുത്ത സിനിമ ഏതാണെന്ന് ചോദിക്കുക. പക്ഷെ മണിച്ചേട്ടനെ കാണുമ്പോൾ മണിച്ചേട്ടൻ്റെ പ്രേക്ഷകർ ചോദിക്കുന്നത് മണിച്ചേട്ടൻ അടുത്ത CD ഏതാണ്, അടുത്ത പാട്ട് ഏതാണ്, അടുത്ത CD ഏതാണെന്നാണ്. അപ്പം ആ CD-യുടെ ഒക്കെ ഭാഗമാവാൻ എനിക്ക് പറ്റി എന്ന് പറയുന്നത് ഞാൻ വലിയൊരു സന്തോഷം അറിയിക്കുകയാണ്. കാരണം കണ്ണിമാങ്ങ പ്രായത്തിൽ ഞാൻ 99 സംഗീതം ചെയ്യുമ്പോൾ അന്ന് 99 ഞാൻ അന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, മണിച്ചേട്ടൻ്റെ കല്യാണമായിരുന്നു 1999. അന്ന് ഞാൻ കൊടുത്ത സമ്മാനമാണ് കണ്ണിമാങ്ങ പ്രായത്തിൽ. ഇന്നും അത് പ്രേക്ഷകർ പാടുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന നൂറുകണക്കിന് ആരാധകരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരും നിൽക്കുന്ന ഈ സദസ്സിൽ വെച്ച് മിന്നാമിനുങ്ങേ എന്ന ഗാനത്തിൻ്റെ ഒരു 2 വരി നിങ്ങൾക്ക് വേണ്ടി പാടാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോവരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോവരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോ, നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോ, നീ തന്ന കുഞ്ഞോ നുറുങ്ങുവെട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ അതില് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വരിയുണ്ട്. എത്തിപ്പിടിക്കുവാനെത്തുകില്ലെങ്കിലും എന്നും ഞാൻ ഓർക്കും നിൻ സ്നേഹമെല്ലാം. എത്തിപ്പിടിക്കുവാനെത്തുകില്ലെങ്കിലും എന്നും ഞാൻ ഓർക്കും നിൻ സ്നേഹമെല്ലാം. മിന്നുന്നതെല്ലാം പൊന്നെന്നു കരുതാതെ, മിന്നുന്നതെല്ലാം പൊന്നെന്നു കരുതാതെ, നിൻമോഹജാലം ഞാൻ ഓമനിക്കാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ ഇങ്ങനെയുള്ള ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും പാടുമ്പോഴും ഇന്ന് മണിച്ചേട്ടനില്ലാത്തതിൻ്റെ വേദന ഒരു സുഹൃത്തുക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് ഒരുപാട് സന്തോഷിക്കുന്നത് മണിച്ചേട്ടനില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ RLV രാമകൃഷ്ണൻ ഞങ്ങളുടെ സംഘടന ഇന്നും അദ്ദേഹത്തിനോടൊപ്പം ഏതൊരു കാര്യത്തിലും, അദ്ദേഹത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയിലും വിഷമത്തിലും ഞങ്ങളൊപ്പം കൂടിയുണ്ടാവും. എന്തായാലും ഈശ്വരൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. മണിച്ചേട്ടൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നന്ദി ബിജു. മണിച്ചേട്ടനെ കൊണ്ട് പറയുമ്പോൾ
ബുദ്ധിമുട്ടുകളിൽ നിന്ന് വന്ന ഒരാളാണ് ഞാനും. അപ്പം എനിക്ക് ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ ഒരാളെ കണ്ട് പഠിക്കുക അല്ലെങ്കിൽ ഒരു കലാകാരൻ ഇങ്ങനെ ആവുക എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. മണിച്ചേട്ടനെ കണ്ടാൽ അറിയാം. ഒരു സാധാരണക്കാരൻ ഒരു നടനായി മാറുമ്പോൾ അവനെ സാധാരണക്കാർക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. അവൻ പിന്നെ വേറെ പല പല സ്ഥലങ്ങളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവൻ്റെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനോ ഒരു നടനെ കാണണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മണിച്ചേട്ടൻ അങ്ങനെയല്ലായിരുന്നു. ആ നാട്ടിലും ആ നാട്ടുകാർക്കും സാധാരണക്കാരനൊക്കെ എല്ലാവർക്കും ഒരു വലിയ ഉദാഹരണം തന്നെയായിരുന്നു. അത് തന്നെയാണ് എന്നെപ്പോലുള്ള. ഇപ്പം ഞാൻ തന്നെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ ലുങ്കി ഉപയോഗിച്ചിട്ടാണ് ഞാനൊക്കെ നടക്കുക. ലുങ്കിയും സാധാ ഷർട്ടും അതുപോലെ തന്നെ നല്ല ഒരു കസേരയിൽ കയറിയിരിക്കുക, അതൊക്കെ പഠിച്ചത് നമ്മൾ ആരെങ്കിലും ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മണിച്ചേട്ടൻ തന്നെയാണ് അതിനൊരു ഉദാഹരണം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇങ്ങനെയും നടക്കാം. ജനങ്ങളുടെ അടുത്ത് ഇപ്പം തന്നെ ഞാനിങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ആൾ ഫോട്ടോ സെൽഫി എടുക്കുന്നുണ്ട്. സാധാരണ നമുക്കറിയാം ഒരു നടൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു ചെറിയ ഒരു കലാകാരനാണ്, അപ്പോൾ ആരും സെൽഫി കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും, തള്ളി മാറ്റുന്നത് കാണാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാം. പക്ഷേ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം മണിച്ചേട്ടൻ അങ്ങനെ ആയിരുന്നില്ല. അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കഴിഞ്ഞ ഞാനൊരു ലേഖനം ചെറിയ കുറിപ്പുകളൊക്കെ എഴുതാറുള്ള ആളാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ട് മണിച്ചേട്ടനെ പോലെ ഉള്ളൊരാളെ ഞാൻ ഒരുപാട് ഇൻസ്പയർ ചെയ്തൊരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരനായി ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പം ഇത്രയും വർഷങ്ങളായിട്ട് മണിച്ചേട്ടനെ കാണാൻ പല നാടുകളിൽ നിന്ന് ഇവിടെ ആൾക്കാർ എത്തുന്നുണ്ടെങ്കിൽ മണിച്ചേട്ടൻ മുന്നേ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് നശിച്ചു പോകാതെ അല്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ വരാത്തൊരു സാധനം സ്നേഹവും നമ്മുടെ മുഖത്തുള്ള പുഞ്ചിരിയാണ്. അത് രണ്ടും മണിച്ചേട്ടൻ ധാരാളം കൊടുത്തിട്ടുണ്ട് സാധാരണക്കാർക്കും എല്ലാവർക്കും. അത് തന്നെയാണ് ഇന്ന് മണിച്ചേട്ടൻ ഇത്രയും ആൾക്കാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരനെ എല്ലാവരും തിരിച്ചറിയാനും അവർക്ക് കൊടുക്കുന്ന ആ പുഞ്ചിരിയും അവരെ എന്താ പറയുക കളങ്കമില്ലാത്ത സ്നേഹം തന്നെയാണ്. അത് തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകണം തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എന്നാലും പാട്ടൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും നെഞ്ചിലൊരു ഇടിപ്പാണ് എല്ലാവർക്കും. അതുപോലെ തന്നെ ഞാൻ രാമകൃഷ്ണൻ ചേട്ടനെ കണ്ടപ്പോൾ മണിച്ചേട്ടനെ പല സൈഡിലൂടെ നോക്കുമ്പോൾ മണിച്ചേട്ടനെ പോലെയൊക്കെ തോന്നും, ആ സംസാരം കേൾക്കുമ്പോഴാണെങ്കിലും. അപ്പോൾ നമുക്കൊരു എന്താ പറയുക ആ സ്നേഹവും ആ ഒരു എല്ലാ കെയറിങ്ങും ഒക്കെ കിട്ടുന്ന ഒരു ചേട്ടൻ തന്നെയാണ് രാമചേട്ടനും. അപ്പോൾ എന്തായാലും കൂടുതൽ സംസാരിക്കുന്നില്ല. എന്തായാലും ഒരുപാട് ഇപ്പോഴും വിഷമം മാറാതെ ഒരു കാര്യം തന്നെയാണ് മണിച്ചേട്ടൻ്റെ കാര്യം. എല്ലാവർക്കും നന്ദി. അമ്മയുടെ തങ്കക്കൂടമേ നീയെവിടെ? തെക്കേ പൊത്ത പ്ലാവും എൻ്റെ ഒപ്പേ വരിക്ക ചക്കണ്ട്. ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ. കാര്യം ചക്ക നല്ലതാണോപ്പേ, നമ്മക്കുണ്ണി വലിയതല്ലോപ്പേ. മറ്റാർക്കും ഈ ഗതി കേട് വരുത്തല്ലേ പൊന്നേ. അമ്മയുടെ തങ്കക്കൂടമേ നീയെവിടെ? ചക്ക മുറിച്ചിടനുണ്ട്, കൈത്തുണ്ടൻ കാട്ടിടനുണ്ട്. എന്നോടങ്ങിടൻ്റെ ഒപ്പേ ചെല്ലാരി. തെക്കേ പുറത്തെ കുഞ്ഞറത്തേക്കങ്ങ് ചെല്ലാരി. ചക്ക മുറത്തിലതിട്ട് പൊന്നുണ്ണീനെ തോളിലതിട്ട് മൂളിപ്പാട്ടു പാടിയ നേരം മുണ്ടിയുറങ്ങി. ആ ഉറക്കം പൊന്നും കട്ടേ സഹിച്ചൂടാ. കുഞ്ഞിനമ്മ താഴെ കിടത്തി നെറ്റിലൊരു മുത്തം വെച്ചു. എന്നുണ്ണിട വാഴയില് ചക്കക്കുരുണ്ടോ പോളുണ്ടോ? പാത്തിക്കിരി വന്നപ്പോഴല്ലേ കാര്യറിഞ്ഞേ. കുഞ്ഞിനമ്മ താഴെ കിടത്തി നെറ്റിലൊരു മുത്തം വെച്ചു. എന്നുണ്ണിട വാഴയില് ചക്കക്കുരുണ്ടോ പോളുണ്ടോ? പാത്തിക്കിരി വന്നപ്പോഴല്ലേ കാര്യറിഞ്ഞേ. അച്ഛനല്ലേ താവർന്നതുണ്ണിയെ, പൊന്നുണ്ണിയെ നീ കണ്ണു തുറക്ക്. ഏറെ നേർച്ച നേർന്നിട്ടു കിട്ടിയ മുത്തല്ലടാ പൊന്നെ. എന്തു കീടപ്പാതമ്മയ്ക്ക് കണ്ടൂടാ. അച്ഛനല്ലേ താവർന്നതുണ്ണിയെ, പൊന്നുണ്ണി
മണിയെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചിക്ക് നല്ലൊരു കയ്യടി കൊടുക്കുക. നമസ്കാരം, എൻ്റെ പേര് ഐശ്വര്യ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു നല്ല കയ്യടിയാണ്. ബാലേട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. ബാലേട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. നല്ലല്ലേടി, എന്നെ കാണാൻ എന്തൊരു ചന്താടി. നല്ലല്ലേടി, നിന്നെ കാണാൻ എന്തൊരു ചന്താടി. ബാലേട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. ബാലേട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. നല്ലല്ലേടി, നിന്നെ കാണാൻ എന്തൊരു ചന്താടി. നല്ലല്ലേടി, നിന്നെ കാണാൻ എന്തൊരു ചന്താടി. പാവാടപ്രായത്തിലോ നമ്മളൊന്ന് പാവയ്ക്കൻ തോട്ടത്തിലോ. പാവാടപ്രായത്തിലോ നമ്മളൊന്ന് പാവയ്ക്കൻ തോട്ടത്തിലോ. കണ്ണഞ്ചിരട്ടയിൽ നമ്മളൊന്ന് മണ്ണപ്പൻ ചുട്ടതല്ലേ. കണ്ണഞ്ചിരട്ടയിൽ നമ്മളൊന്ന് മണ്ണപ്പൻ ചുട്ടതല്ലേ. ബാലേട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. ബാലേട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. നല്ലല്ലേടി, നിന്നെ കാണാൻ എന്തൊരു ചന്താടി. നല്ലല്ലേടി, നിന്നെ കാണാൻ എന്തൊരു ചന്താടി. മഞ്ഞൾക്കുറി വരച്ച് താളം തുള്ളി നടന്നവളാ. മഞ്ഞൾക്കുറി വരച്ച് താളം തുള്ളി നടന്നവളാ. മാതളച്ചിട്ടുകൊണ്ട് മുത്തമിട്ട് ഓടി മറഞ്ഞവളാ. മാതളച്ചിട്ടുകൊണ്ട് മുത്തമിട്ട് ഓടി മറഞ്ഞവളാ. ബാലേട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. ബാലേട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. നല്ലല്ലേടി, നിന്നെ കാണാൻ എന്തൊരു ചന്താടി. നല്ലല്ലേടി, നിന്നെ കാണാൻ എന്തൊരു ചന്താടി. മുട്ടിറങ്ങും മുടിയിൽ മുല്ലപ്പൂച്ചുടി വന്നവളാ. മുട്ടിറങ്ങും മുടിയിൽ മുല്ലപ്പൂച്ചുടി വന്നവളാ. പിച്ചകമാല കൊത്ത് കയ്യെത്തിലിട്ടൊന്നായി ചേർന്നതല്ലേ. പിച്ചകമാല കൊത്ത് കയ്യെത്തിലിട്ടൊന്നായി ചേർന്നതല്ലേ. ബാലേട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. ബാലേട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. നല്ലല്ലേടി, നിന്നെ കാണാൻ എന്തൊരു ചന്താടി. നല്ലല്ലേടി, നിന്നെ കാണാൻ എന്തൊരു ചന്താടി. വലിയൊരു കയ്യടി കൊടുക്കുക കുട്ടിക്ക്. ഇവിടെ തുടക്കത്തില് യോഗത്തിന്റെ ഇടയ്ക്ക് പലരും സൂചിപ്പിച്ചു, മണിച്ചേട്ടൻ മിമിക്രി കളിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ സ്ഥലമില്ലാതെ പുഴയുടെ തീരത്തൊക്കെ പോയിട്ടാണ്. അതുപോലെ തന്നെ രാമകൃഷ്ണനും ഒക്കെ പല സ്ഥലത്ത് സ്ഥലം വാടകയ്ക്ക് എടുത്ത് മലഞ്ഞിട്ടൊക്കെയാണ് പ്രാക്ടീസ് ചെയ്ത്. അതുകൊണ്ട് തന്നെ അന്ന് മണിച്ചേട്ടൻ തീരുമാനിച്ചിരുന്നു, ഒരു കലാകാരനും ഇനി കല പ്രാക്ടീസ് ചെയ്യാൻ സ്ഥലം അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു കലാഗ്രഹം തന്നെ പണി കഴിപ്പിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഇവിടേക്ക് കടന്നു വരുമ്പോ രാമകൃഷ്ണൻ വളരെ സ്നേഹത്തോടെ എന്താ നിങ്ങൾ ഇങ്ങോട്ട് വരാത്തെ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. കാരണം എപ്പോഴും ഇവിടെ കലാകാരന്മാർ വരണം, അവർക്ക് വേണ്ടിയിട്ടാണ് മണിച്ചേട്ടൻ ഇത് പണിതത് എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത് എന്ന് പറയുന്ന പോലെ മണിച്ചേട്ടനോളം ഇനി ആരും തന്നെ വരാൻ പോകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആ പോസിറ്റീവ് എനർജിയിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചാലക്കുടിയിലെ കലാകാരന്മാരുടെ സംഘടനയായ ഫേസ് ചാലക്കുടി ഇന്നലെ മിമിക്രി മത്സരം നടത്തിയതും അതിനുവേണ്ടി തന്നെയാണ്. കാരണം കൊച്ചുകുട്ടികൾ ഇന്നലെ മിമിക്രിയിൽ പങ്കെടുത്ത കലാകാരന്മാരും കലാകാരികളുമാണ് ഇവിടെ നിൽക്കുന്നത്. അവര് ഇന്നലെ സമ്മാനം നേടിയ അവരുടെ പ്രകടനങ്ങൾ ചെറിയ രീതിയിൽ ഇവിടെ കാഴ്ചവെക്കും. അതിനുവേണ്ടി അവരെ ക്ഷണിക്കുകയാണ്. അനിൽകുമാർ PS സീനിയർ വിഭാഗത്തിൽ 1ാം സമ്മാനം ലഭിച്ചത് അനിൽകുമാറിനാണ്. ഒരു കാര്യം പറയുകയാണ്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നല്ല കയ്യടി കൊടുക്കണം. വളർന്നു വരുന്ന കലാകാരന്മാരാണ്. ഓക്കെ, താങ്ക് യു.
എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഇത് ചൂടാണല്ലേ, ഈ ചൂടിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് ഇറങ്ങി വെയിലുകൊണ്ട് ആവശ്യമായിട്ട് നടന്നു വരാണ്. അപ്പോൾ വഴിയോരത്ത് ടാപ്പുണ്ട്, ടാപ്പിൽ വെള്ളമില്ല. നേരെയാണ് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ ചെന്നിട്ട് വീട്ടുമുറ്റത്ത് ഒരു ടാപ്പൊക്കെ ഉണ്ടായി. നേരെയാണ് തുറന്നു. അങ്ങനെ മുഖം കഴുകി കഴിഞ്ഞ് ടാപ്പാണ് അടച്ചപ്പോൾ ടാപ്പിന് ലീക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ടാപ്പിൻ്റെ താഴെ ഇരിക്കുന്ന ഒരു സ്റ്റീൽ പാത്രം കാല് തട്ടിയാണ് നീക്കി വെച്ചു. അപ്പം ലീക്കാണ്ട് മാറ്റാൻ വേണ്ടി ഞാൻ പഠിച്ച 18 നോക്കാണ് എവിടെ. അപ്പം സ്റ്റീൽ പാത്രത്തിൽ വെള്ളം നിറഞ്ഞ് ഇണ്ടിരിക്കണ്ടോ, ഇണ്ടിരിക്കണം. അങ്ങനെ ഞാൻ നേരെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ കയറി ചെന്നിട്ട് വീട്ടിലെ ചേട്ടൻ്റെ പിള്ളേര് പന്ത് തട്ടി കളിച്ചോണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ തന്നെ അവര് പന്ത് സ്റ്റേലിൽ കൂടെ അട്ടിറി. അപ്പൊ ഞാൻ വിചാരിച്ചേ എന്തായാലും അവർക്കൊപ്പം കളിക്കാന്ന് കരുതി തൊട്ടടുത്ത് നിന്ന് ഒരു പ്ലാസ്റ്റിക് ബോൾ എടുത്ത് എറിഞ്ഞു. അങ്ങനെ അവരോടൊപ്പം കളിച്ച് സമയം പോയി തരണില്ല. നേരെ ക്ലോക്കിലേക്ക് നോക്കി. ക്ലോക്കിന്റെ സമയം 2 മണി. എന്നാ പിന്നെ നോട്ടൊക്കെ എടുത്ത് എഴുതാന്ന് കരുതി പേനെടുത്തു. അങ്ങനെ കുറച്ച് നേരം നോട്ടൊക്കെ എഴുതിയാണ്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയി നേരത്തെ ഒരാൾ വന്നിട്ട് ചെവിട്ടിലൂടെ മൂളിപ്പാട്ട്. പെട്ടെന്ന് കൊല്ലാൻ നോക്കിയപ്പോൾ ഒരു കറക്കണ്ട് കറങ്ങിയിട്ട് ചെവിട്ടിൽ കറങ്ങിയത് വന്നിട്ട് അത്ര നേരം അത് മൂളിപ്പാട്ട് പാടിവനാ. പിന്നീട് മരണപ്പാട്ടായിരുന്നു, തെറിപ്പാട്ട്. അവരെ തെറിയിട്ട് നേരെ ജനാലയുടെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ പൂന്തോട്ടത്തിൽ ഒരാള്. നീ പെമ്പിളയുടെ ഇടയിൽപ്പെട്ട എൻ്റെ ചങ്കിൻ്റെ അവസ്ഥയാണ്. ആ കൊച്ചിനെ നോക്കണം, അല്ല ആ കൊച്ചിനെ നോക്കാം, അല്ലെങ്കിൽ ആ കൊച്ചിനെ നോക്കാം എന്ന് പറഞ്ഞ പോലെയാണ്. ആ പൂവിനാണ് തേൻ കുടിക്കണോ അത് ഇവിടുന്ന് നോക്കണം, അത് വേണമെന്ന് ഒരു കൺഫ്യൂഷനായിട്ട് പാറിങ്ങാണ്ട് നടക്കാണ് വണ്ടി സാറ്. അങ്ങനെ വണ്ടി സാറിന്റെ കടയും കണ്ട് തലയിലാണ്ട് കൈ വെച്ചപ്പോ മുട്ടിക്കാതെ വളർന്നുണ്ട് കാടുണ്ട് പിടിച്ചോളിയായി. നേരെ ബാർബർ ഷോപ്പിൽ പോയി. ബാർബർ ഷോപ്പിൽ വന്നപ്പോൾ അവിടുത്തെ ബാർബർ എന്നെപ്പോ പോലെ തന്നെ ഒരു കലാകാരൻ ആള്. ഞാൻ നോക്കുമ്പോൾ കത്രയൊക്കെ എടുത്തിട്ട് മൂളിപ്പാട്ടൊക്കെ പാടി സ്പ്രേ ഒക്കെ അടിച്ച് മറന്നു കിട്ടി. അങ്ങനെ വിട്ടാണ്ട് കഴിഞ്ഞാണ്ട് ബാർബർ ഷോപ്പിൽ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് അവിടെ നാട്ടിൽ കാർണിവൽ നടക്കാണ്. ഇപ്പം എന്താന്ന് പറഞ്ഞാൽ നേരെ അവിടേക്ക് നടന്നു. അവിടെ ചെന്ന് 2 കാറുകൾ കറങ്ങലോട്ട് കറന്നിട്ട് അങ്ങനെ ഇത് കണ്ട് തല കറങ്ങി താഴെ വന്നപ്പോ അവിടെ ഒരു പയ്യൻ 5 സൗണ്ടിലാണ് കൂട്ടിച്ചേർത്തേണ്ട ബീറ്റ് ബോക്സ് ആണ് ചെയ്യാണ്. എല്ലാവരും ചെയ്യുന്നില്ല ബീറ്റ് ബോക്സ് എന്ന് പറഞ്ഞ് നിൽക്കാനല്ല. അവൻ അവൻ്റെ ഒരു വെറൈറ്റി സാധനം അനിമൽ ബീറ്റ് ബോക്സ് ഇങ്ങനെയാണ് ചെയ്യണത്.
കാണുമ്പോഴത് ഞാൻ അങ്ങോട്ട് നടന്നു പോകും. താങ്ക് യു. ഇനി എൻ്റെ ഫ്രണ്ട്സുകൾ ഇപ്പോൾ നമുക്ക് കണ്ട നമ്മുടെ വ്യത്യസ്തമായ സൗണ്ടുകളാണ്. ഇനി എൻ്റെ ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ സിനിമാ താരങ്ങളെ അനുകരിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു അനിൽ. അപ്പോൾ ഇന്നലെ തന്നെ ഫസ്റ്റ് കിട്ടിയതാണ് അനിൽ. അപ്പോൾ സെക്കൻഡ് പ്രൈസ് കിട്ടിയ, തേർഡ് പ്രൈസ് കിട്ടിയവരൊക്കെ ഉണ്ട്. സമയപരിധി മൂലം അവരുടെ വേണ്ടപ്പെട്ടത് മാത്രമാണ് നമ്മൾ ഇന്ന് വേദിയിൽ അവതരിപ്പിക്കുന്നുള്ളൂ. ഇന്നലെ സെക്കൻഡ് പ്രൈസ് കിട്ടിയ എമിൽ ഇട്ടുപ്പ്, എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുന്നത്? നല്ലൊരു ഗൈഡ് കൊടുത്ത പ്രിയമുള്ളവരെ, വളർന്നു വരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് നിങ്ങളുടെ കയ്യടിയാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. ഓക്കെ, അപ്പോൾ എമിൽ ഇട്ടുപ്പിനെ ക്ഷണിച്ചോളൂ. ഹലോ. എമിൽ, ആദ്യമായിട്ട് ഏത് നടന്റെ ശബ്ദം അനുകരിക്കണം? ആദ്യമായിട്ട് നമ്മുടെ വിനായകൻ ചേട്ടന്റെ സൗണ്ട്, അദ്ദേഹത്തിന്റെ ലൈവ് വോയിസ് ആണ്. ഓക്കെ, സിനിമയിലെ വോയിസ് അല്ല, ലൈവ് വോയിസ് വിനായകൻ. എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രത്യേക നമസ്കാരം തലശ്ശേരിക്കും. രണ്ട് കാര്യം പറയാനുണ്ട്. ആദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉറപ്പെടുത്തിയൊരു കാര്യമാണ്, എൻ്റെ തരല്ല, അതിൻ്റെ ഒരു ചിന്ത. അതിൻ്റെ ഒരു ചിന്തയാണ് ഇന്ന് ഞാൻ തിളങ്ങി നിൽക്കും, നാളെ ഞാൻ മാറും, മറ്റന്നാൾ വേറെ വരും. സിനിമ അപ്പോഴും അങ്ങനെ തന്നെയുണ്ടോ? അതിനെ തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്ന് ക്യാമറയിൽ നിങ്ങൾ നോക്കുന്ന ഈ ജനക്കൂട്ടം. സ്വാജ് വന്നാലും വന്നില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല, ജനം ഉണ്ടാകും, സിനിമ ഉണ്ടാകും, അതുറപ്പാണ്. മറ്റൊന്ന്, ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു കാര്യമാണ്, ഞാൻ വളരെ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. 100 രൂപയല്ല, 1000 രൂപയല്ല, 10,000 കോടികളായിരിക്കും ചിലപ്പോൾ ആഗ്രഹിക്കുന്നത്. സ്വന്തം ആഗ്രഹങ്ങൾ അത്രയ്ക്ക് വലുതാണ്. സ്വാഗ്രഹത്തിൻ്റെ വിഷം എൻ്റെ ശരീരത്തിലിട്ടത് എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛൻ തന്നെയാണ്. ഈ സമയം ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കുകയാണ്. നിങ്ങളെല്ലാവരെയും നിർത്തി, ഈ സമയമല്ല, ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കുകയാണ്. ഈ അവാർഡ് എൻ്റെ അച്ഛനെ ഞാൻ അങ്ങ് കൊടുക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. അപ്പോൾ തേർഡ് പ്രൈസ് കിട്ടിയ ആനന്ദ് ഏത് താരത്തെ എടുക്കാൻ പോണേ? ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പൃഥ്വിരാജിന്റെ ശബ്ദമാണ്. പൃഥ്വിരാജിന്റെ പുതിയ മുഖമന സിനിമയിലെ ഒരു മാസ ഡയലോഗ് ഉണ്ട്, നമുക്ക് കേട്ടു നോക്കാം. തല്ലി തോൽപ്പിക്കാനോ ജയിച്ച് കാണിക്കാനോ വേണ്ടി തിരിച്ചു വന്നതല്ല, പഠിക്കാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ സമ്മതിക്കില്ല നീ. താളം കൊട്ടി മാത്രം ശരിച്ചൊരു ശുദ്ധ ബ്രാഹ്മണനാണ് ഞാൻ. എന്റെ കാലിലതാണ് നിന്റെ നെഞ്ചി പടക്കുന്നതാണോ? ഞാൻ ആദ്യൊരു ചവിട്ടിയ കച്ചേരിക്ക് കൊണ്ടു നിർത്തുമ്പോൾ നിലയ്ക്കും. ഈ ഇന്നത്തെ കൊണ്ട് നിർത്തിക്കോണം. ഇതിനി കളിച്ച നമ്മളിൽ ഒരാളെ ഉണ്ടാവും, അത് നീ ആയിരിക്കില്ല. നന്ദി. ഓക്കെ, താങ്ക് യു. അടുത്ത് നമ്മുടെ തേർഡ് പ്രൈസ് കിട്ടിയ നിശ്ചയാണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ സൂപ്പർ ദളപതി, ചിന്ന ദളപതി വിജയ് അല്ല. അപ്പൊ വിജയുടെ ആരാധകരുണ്ടെങ്കിൽ ഒന്ന് കൈയടിക്കാട്ടോ. ഓക്കെ. നെഞ്ചിൽ കുടിയിരിക്കും நண்பர்கள் தமிழ் மக்கள் என்னோட வணக்கம். நெஞ்சுக்குள்ள குடியிருக்கும் நம்ம சனு வெறித்தனும் என்னை போல கல்லுனா நம்ம கெட்டு. ഓക്കെ, അപ്പോൾ ബോയ്സിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗേൾസും കൂടി ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ മത്സരം നടത്തിയിരുന്നു. അതിൽ സ്കിലാച്ചി ആണ് ഫീമെയിലില് ജൂനിയർ വിഭാഗത്തിൽ ഫസ്റ്റ് കിട്ടിയത്. സ്കിലാച്ചിയെ നടന്മാരുടെ ശബ്ദം വിട്ടിട്ട് എന്താണ് എടുക്കാൻ പോകുന്നത്? മൂന്ന് പട്ടികളെടുക്കാണ്. ഒന്നാമത്തെ ബോക്സ്, ലാബ്, പഗ്. ഇവർക്ക് 3 പേർക്കും 3 ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ അത് കേട്ടുനോക്കാം. ഫസ്റ്റത്തത് ബോക്സറാണ്, ബി വെച്ചിട്ട്. അടുത്തത് ലാബറാണ്, അവര് പിയും എഫ് വെച്ചിട്ട്. അടുത്തത് ഹഗ്ഗാണ്, അവര് സൈലന്റ് ആയിട്ടുള്ള വോയിസ് ആണ്. പിന്നെ ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയുടെ ചെവി പിടിച്ചാൽ അതെങ്ങനെ കരയും. കാവ്യമാധവന്റെ എടുക്കാൻ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നു. സിനിമ കാണണോട്ടോ, എല്ലാവരും നെടുപുരയുടെ പൊട്ടിപ്പൊടി തന്നെ കഴിക്കണോട്ടോ. ഓക്കെ, ഒരു നല്ലൊരു ഗൈഡ് കൊടുക്കുക. ശരിക്കും മിമിക്രിയില് സ്ത്രീ സാന്നിധ്യം കുറവാണ്.
ഇങ്ങനെയൊക്കെ വളർന്നു വരുന്ന ഗേൾസിനെയൊക്കെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, ഇനി ഏത് താരമാണോ ചെയ്യാൻ പോണത്? ഏത് താരമാണ്? നമുക്ക് നല്ല താരങ്ങൾ തന്നെ എടുക്കാനുള്ള ഒരു വേദിയാണ്. അടുത്തതായിട്ട് രാവണ പ്രഭു എന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ അച്ഛൻ കഥാപാത്രമായിട്ട് വരുന്ന ലാലേട്ടൻ്റെ ആ ഒരു വോയിസ്. കഴുത്തിന് പകരം വലം കയർത്തതും കുഞ്ഞനെന്തിനെനിക്ക് പകരം മരിച്ചപ്പോ തള്ളിക്കൊല്ലാതെ വിട്ടത് നീലകണ്ഠന്റെ കഴിവുകേടായി കാണരുത് നീ. വലം കൈയിലേക്കുള്ള രക്തയോട്ടം കൂടിയപ്പോൾ ആയുധം താനെ കയ്യിലേക്ക് വന്നപ്പോൾ മനസ്സിന് ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ് നീ. എന്താടോ ഒന്നുമാവാത്ത അനായാസേന മരണം വിനാഥേന ജീവിതം ദേഹിമകൃപയാ ശംഭോ ദ്വയേ ഭക്തിമഞ്ജന. അനായാസമായ മരണം, ദീനമില്ലാത്ത ജീവിതം നിന്നിൽ അചഞ്ചല ഭക്തനായ എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരപതേ എന്ന് പ്രാർത്ഥിച്ചു കൂടേണ്ട കാലമായി ശേഖര. ഈശ്വരൻ നിന്റെ മുൻപിൽ വിളക്കായി തെളിയുമ്പോൾ അതിന്റെ നേർക്ക് തുപ്പരുത്. ആരാണ് ചെയ്യാൻ പോണത്? കൽപ്പന ചേച്ചി. നമ്മളിൽ നിന്ന് മൺമറിഞ്ഞു പോയ ശ്രീ കൽപ്പന. ഹാസ്യനടിയും അതുപോലെ തന്നെ കോമഡി നല്ലൊരു രീതിയിലാണ് കൈകാര്യം ചെയ്യുന്ന കൽപ്പന ചേച്ചിയുടെ വോയിസ് തന്നെയാണ്. ആരാണ് ചെയ്യുന്നത്? ഷീല കണ്ണന്താനം. എന്റെ അമ്മേ, സ്വന്തം ഭാഷയിൽ ആക്സിലേഷൻ ഉണ്ട്, ഇംഗ്ലീഷിൽ പറയുമ്പോൾ പാടുത്ത് ഓക്കെ. അപ്പോ അവസാനമായിട്ട് മണിച്ചേട്ടന്റെ ഒരു ഗാനം ആലപിക്കുകയാണ്, 4 വരി. ഏത് പാട്ടാണ് പാടാൻ പോണ? കണ്ണിമാങ്ങ പ്രായത്തിൽ. കണ്ണിമാങ്ങ റൈറ്റ് ചെയ്ത ആളാണ് ഈ ഇരിക്കുന്നത്. ഇപ്പോൾ അനുഗ്രഹം മേടിച്ച് ആരംഭിച്ചോ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. വെള്ളേമ കൊള്ളുള്ള മിന്നുന്ന പാവാട ആരുടെ കാശാണടി എൻ്റെ പുന്നാരേ, ആരുടെ കാശാണടി. വെള്ളേമ കൊള്ളുള്ള മിന്നുന്ന പാവാട ആരുടെ കാശാണടി എൻ്റെ പുന്നാരേ, ആരുടെ കാശാണടി. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറുമ്പോൾ വീഴാതെ സൂക്ഷിക്കണേ എൻ്റെ പുന്നാരേ, വീഴാതെ സൂക്ഷിക്കണേ. ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറുമ്പോൾ വീഴാതെ സൂക്ഷിക്കണേ എൻ്റെ പുന്നാരേ, വീഴാതെ സൂക്ഷിക്കണേ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ
താങ്ക് യു. ഓക്കെ, അപ്പൊ പ്രിയമുള്ളവരെ, ഇന്നലെ വാശിയേറിയ ഫേസ് ചാലക്കുടി സംഘടന നടത്തിയ വാശിയേറിയ മിമിക്രി മത്സരത്തിലെ വിജയികളുടെ ചെറിയൊരു പെർഫോമൻസ് മാത്രമേ ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ. ഹലോ സുഹൃത്തുക്കളെ, സ്വന്തമായിട്ട് ഓർക്കസ്ട്ര ചെയ്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പാട്ടാണ്. മനുഷ്യർക്ക് മുന്നിൽ പാടാൻ വേണ്ടി ആഗ്രഹിച്ചാണ്. എനിക്ക് ഇവിടെ എത്താൻ വേണ്ടി ഒരു ഭാഗ്യം കിട്ടി. അപ്പം ആ പാട്ട് ഞാൻ പാടാൻ പോവാണ്. കണ്ണും നീരായുന്നു, എൻ്റെ നെഞ്ചി പിടയുന്നു, കുഞ്ഞിമോളെ നിന്നെ ഓർക്കുമ്പോൾ പൊട്ടിക്കരയുന്നു. അച്ഛനും അമ്മയ്ക്കും എനിക്കും പൊന്നും കൂടാൻ പോലെ കൺമുമ്പിൽ നിന്നും വളർന്നൊരു പൊന്മകളല്ലേ നീ. മാനം കരക്കുന്നു, ഉള്ളം തേകിക്കരയുന്നു, തൊട്ടുകാലോടിക്കൊണ്ട് ഈ നാവുകളെന്നും പറയുന്നു. ആ കൈപിടിച്ച് നടത്താം, പിന്നെ പാട്ട് പാടിക്കൊടുക്കാം. പുഞ്ചിരി തൂകുന്ന എന്നോട് പൂമകളുണ്ടല്ലോ, പൊട്ടിക്കുറുമ്പു കാട്ടും പിന്നീട് അവൾ പൊട്ടിച്ചിരിച്ചിടും. താനെ പിണങ്ങും അവൾ പിന്നീടെല്ലാം കെട്ടിപ്പുലർന്നിടും. മാനം കരക്കുന്നു, ഉള്ളം തേങ്ങിക്കരയുന്നു, തൊട്ടുകളോടിക്കൊണ്ട് കിനാവുകളെന്നും പറയുന്നു. ആ ആ ആ രാരിരം രാരോ രാരിരം രാരോ രാരിരം രാരോ. ആ ആ രാരിരം രാരോ രാരിരം രാരോ രാരിരം രാരോ. കൂടെയൊരുങ്ങാന എന്നും അവൾ വാശി പിടിച്ചിടും. എന്നോട് പാട്ടുകൾക്ക് എന്നോട് മോളൊരുങ്ങാറുള്ളൂ. നെഞ്ചിലെ ചൂടുപറ്റി ഏട്ടൻ്റെ മോളൊരുങ്ങും നേരം ഏട്ടനറിഞ്ഞില്ല എന്നോട് പുഞ്ചിരിമായുമെന്ന്. അണ്ണൊരുങ്ങി പിന്നെ കുഞ്ഞിമോള് കണ്ണു തുറന്നില്ല. ഓർക്കുമ്പോൾ എൻ്റെ ദേവി നെഞ്ചകം പൊട്ടിത്തകരുന്നു. ഏട്ട എന്ന് വിളിച്ച് ഏട്ടൻ്റെ പിന്നലെ കൂടുന്ന എപ്പം ചേരുന്ന വീട് ഏട്ടൻ്റെ പൊന്നുമോളിൻ്റെ വീട്. മാനം കരക്കുന്നു, ഉള്ളം തേങ്ങിക്കരയുന്നു, തൊട്ടുതലോടിക്കൊണ്ട് കീനാവുകളെന്നും മറയുന്നു. മാനം കരക്കുന്നു, ഉള്ളം തേങ്ങിക്കരയുന്നു, തൊട്ടുകളോടിക്കൊണ്ട് കീനാവുകളെന്നും മറയുന്നു. ഓക്കെ, താങ്ക് യു. നമുക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കാൻ പ്രിയമുള്ളവരെ. കാസർഗോഡ് നിന്ന് മണിച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ് അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്ത ഒരു ഗാനം ഹരീഷ് കാസർഗോഡ് വളരെ നന്നായിരുന്നു. താങ്ക് യു. ചേട്ടനെ സമർപ്പണം ചെയ്ത് ഞാൻ തന്നെ എഴുതി ട്യൂൺ ചെയ്ത് പാടി അഭിനയിച്ചൊരു ഗാനമാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ കഴിഞ്ഞ വർഷം റിലീസായതാണ്. അപ്പോൾ എന്തായാലും ഈ വേദിയിൽ ഞാൻ പാട്ട് പാടാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. പാടിയില പാട്ടുകാരാ, പാവങ്ങളുടെ കൂട്ടുകാരാ. പാടിയില പാട്ടുകാരാ, പാവങ്ങളുടെ കൂട്ടുകാരാ. പാടിയ പാട്ടുകൾ കേട്ടാൽ കണ്ടു പിടയ്ക്കണല്ലോ. ചിരി കാണുമ്പോൾ പൊന്നേ പിടയ്ക്കണല്ലോ. പാടിയില പാട്ടുകാരാ, പാവങ്ങളുടെ കൂട്ടുകാരാ. പാടിയിലെ പാട്ടുകാരാ, പാവങ്ങളുടെ കൂട്ടുകാരാ.
കൂട്ടുകാരാ മണ്ണിൽ ചവിട്ടി നിന്ന് താരമായി മിന്നിൽ പറന്നതല്ലേ കാലിടറുന്നവരെ എന്നെന്നും ചേർത്തു പിടിച്ചതല്ലേ മണ്ണിൽ ചവിട്ടി നിന്ന് താരമായി മിന്നിൽ പറന്നതല്ലേ കാലിടറുന്നവരെ എന്നെന്നും ചേർത്തു പിടിച്ചതല്ലേ തീയിൽ കുരുത്തതല്ലേ എന്നെന്നും ഒന്നാമനായതല്ലേ കണ്ണീരിൽ നിന്നു വന്ന് ചിരിപ്പിച്ച് കണ്ണീരണിയിച്ചു പോ കണ്ണീരിൽ നിന്നു വന്ന് ഞങ്ങളെ കണ്ണീരണിയിച്ചു പോ പടിയിലെ പാട്ടുകാരാ പാവങ്ങളുടെ കൂട്ടുകാരാ പടിയിലെ പാട്ടുകാരാ പാവങ്ങളുടെ കൂട്ടുകാരാ പാടിയ പാട്ടുകൾ കേട്ടാൽ ചങ്ക് തുളയ്ക്കണല്ലോ നെഞ്ചിരി കാണുമ്പോൾ പൊന്നേ നെഞ്ചു പിടയ്ക്കണല്ലോ പാടിയിലെ പാട്ടുകാരാ പാവങ്ങളുടെ കൂട്ടുകാരാ പാടിയിലെ പാട്ടുകാരാ പാവങ്ങളുടെ കൂട്ടുകാരാ താങ്ക് യു. എന്തായാലും മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവരുടെ മുമ്പിലും മണിച്ചേട്ടൻ്റെ വോയിസ് കേൾക്കണോ, ശബ്ദം കേൾക്കണോ? മണിച്ചേട്ടൻ്റെ ഒരു ഡയലോഗ് ഞാൻ പറയാം. ചോട്ട മുംബൈ എന്ന സിനിമയിലെ മണിച്ചേട്ടൻ നടേശൻ എന്നൊരു കഥാപാത്രം പറയാം. ഓക്കെ, ഇഷ്ടമായ നല്ല ഐഡിയായിരുന്നു. ഓക്കെ അല്ലേ? മണിച്ചേട്ടനെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയാണ്, നിങ്ങളുടെ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും മതനും ശത്രുവൊക്കെ ഞാൻ തന്നെയാണ്. പേര് നടേശൻ. ശ്രീ മോഹൻദാസിനോട് കുസ്തി പിടിക്കാൻ വന്നിട്ട് ആളെ ഞാൻ കൊന്നു. അതിൻ്റെ പേരിൽ താനും കൂടി സാക്ഷി പറയാൻ പോട്ടെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആദ്യം കൊല്ലും നിന്നെയായിരിക്കും. നിന്റെ മരണം കണ്ട് നിന്റെ മകൻ്റെ മനസ്സൊന്ന് പിടച്ചു നിൽക്കുമ്പോൾ അവനെ ഞാൻ കൊല്ലും. ഇത് 2 കുപ്പി കള്ളടിച്ച് കൊച്ചിയിലെ ലോക്കൽ കൊണ്ടകൾ പറയുന്ന വാക്കല്ല. നടേശൻ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും, കൊന്നിരിക്കും. പോടാ. നല്ലൊരു ചിത്ര രചന കലാകാരൻ കൂടിയാണ്. അദ്ദേഹത്തിന് നല്ലൊരു കൈയടി കൊടുക്കാം. കലാഭവൻ മണിച്ചേട്ടനുമായി ഒട്ടേറെ ബന്ധമുള്ള, മണിച്ചേട്ടൻ്റെ ഒപ്പം ഒട്ടേറെ ഗൾഫ് പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുള്ള, കുറെ നാള് മിമിക്രിയുമായി പോയി അമേരിക്കയിൽ തങ്ങി ഈ അടുത്ത കാലത്ത് തിരിച്ചു വന്ന ഒരു അനുഗ്രഹീത കലാകാരൻ സുരേഷ് മാഞ്ഞാലി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സുരേഷ് മാഞ്ഞാലി, നല്ലൊരു കൈയടിയോടുകൂടി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കാം. മണിച്ചേട്ടൻ കുറെ കാസറ്റുകൾ ചെയ്ത ആളാണ്. മണിച്ചേട്ടനായിട്ട് അത്ര അഭേദ്യമായ ബന്ധമുള്ള ആളാണ്. ഇപ്പൊ സുരേഷ് മാഞ്ഞാലി നമുക്ക് വേണ്ടി മണിച്ചേട്ടന്റെ പാട്ട്, ശബ്ദമൊക്കെ ഓക്കെ. മാരുതി കാസറ്റ്സ്, നമുക്കറിയാം മണിച്ചേട്ടനെ ഏറ്റവും കൂടുതൽ കാസറ്റുകള് മാരുതി കാസറ്റ്സ് എന്ന് പറഞ്ഞാൽ കലാഭവൻ മണിച്ചേട്ടന്റെ കാസറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു പ്രൊഡ്യൂസർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കും. നല്ലൊരു കൈയടി കൊടുക്കാം. അദ്ദേഹം 2 വാക്ക് പറയും. അതിനുശേഷം മാഞ്ഞാലിയുടെ മണിച്ചേട്ടനായിട്ട് ഒരു പായിൽ കിടന്നുറങ്ങി ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച വ്യക്തിയൊക്കെയാണ് മാരുതി കാസറ്റ്സിന്റെ പ്രൊഡ്യൂസർ കൂടിയായ രതീഷ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നേരത്തെ ഇവിടെ വന്ന് പോയതാണ്. ജസ്റ്റ് ഇവിടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ജയൻ പണിയുടെയും കൂടി സുഹൃത്താണ്. അവിടെ ക്ലബിൻ്റെ അനുസ്മരണം അങ്ങോട്ട് പോയതാണ്. എന്താ പറയാൻ മണിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും പറയില്ല. എല്ലാ വർഷവും ഇത് തന്നെ പറയരുത്. ഇവരൊക്കെ പറഞ്ഞവർ ഒരുമിച്ച് നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് അന്നും ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാർ ഇപ്പോഴും ഒരുമിച്ച് കൂടാൻ പറ്റുന്നു. അതൊക്കെ തന്നെ വലിയ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ കലാകാരന്മാരും ഇങ്ങനെ ഒത്തുകൂടുക, അല്ലെങ്കിൽ മണിനെ സ്നേഹിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒത്തുകൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു കാര്യമാണ്. കാരണം
എല്ലാവരും വിചാരിക്കും ഓരോ വർഷം തോറും മറന്നു പോകുന്നു പഴകും തോറും. പക്ഷെ അതല്ല, എല്ലാവരും കൂടുതൽ ഓർമ്മകളുമായിട്ടാണ് വരുന്നത്. എല്ലാവർക്കും കൂടുതൽ സ്നേഹം മണിയോട് ഏറ്റവും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നതാണ് മണിയില്ലെങ്കിലും. പിന്നെ നാടൻ പാട്ടുകൾ എന്ന് പറയാൻ കാരണം എനിക്ക് ഇത്രയും കാലം ജീവിതത്തിൻ്റെ പകുതി ഭാഗം ഒരുപക്ഷെ മണിയുടെ കൂടെ തന്നെയായിരുന്നു. കാരണം പാട്ടുകളും നാടൻ പാട്ടുകളും പരിപാടികളും ഒക്കെ ആയിട്ട് എനിക്ക് പങ്കെടുക്കാനും ചെയ്യാനും ഒക്കെ പറ്റി. നാടൻ പാട്ടുകളിൽ അഭിനയിപ്പിക്കാനും ആ പാട്ടുകൾ ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ സാധിച്ചതിൽ ഏറ്റവും ഒരുപാട് അതിൻ്റെ ഒരു ഭാഗമാകാൻ, നമ്മുടെ ഒരു പാട്ട് കേൾക്കുമ്പോൾ നാടൻ പാട്ട് കേൾക്കുമ്പോൾ അത് നമ്മുടെ പാട്ടാണെന്ന് പറയാനും അതൊക്കെ. പിന്നെ ഈ നാടൻ പാട്ടുകൾ മണി തന്നെയാണ്. ഈ നാടൻ പാട്ടുകളൊക്കെ എത്ര കാലം ഉണ്ടാകുന്നുവോ അത്രയും കാലം നമ്മൾ മണിനെയൊക്കെ ഓർക്കും. നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും ജീവിക്കട്ടെ. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ ഒരുപാട് സ്നേഹം നിറഞ്ഞ നന്ദി. സുരേഷ് മാഞ്ഞാരിക്ക് കൊടുക്കാം. മാഞ്ഞാരി പൊരിക്കാനുള്ള പരിപാടിയിൽ മുട്ടി നിൽക്കുകയാണ്. ഓ താങ്ക് യു. അല്ലത് സതീഷിന്റെ കൂടെ ഇങ്ങനെ വേദിയില് പ്രത്യേകിച്ച് മണിച്ചേരനോട് ഒരുമിച്ച് കലാഭം മണിയാക്കിയത് സതീഷ്, അതുപോലെ കബീറും ഭാരതി കാസറ്റ്സ് നമുക്കറിയാം. അവരിലൊരാളിവിടെ ഇല്ല. അതിൽ സതീഷിന്റെ കൂടെ ഇവരുടെ കൂടെ ഞാനും പങ്കെടുത്തത് മണിച്ചേരൻ്റെ കൂടെ കാസറ്റിൽ. ഒരുപാട് കാസറ്റിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റി. ചെയ്തെല്ലാം സൂപ്പർ ഹിറ്റുകളും. അത് ഭയങ്കര സതീഷ് എന്ന് പറയുന്ന ഇത്രയും ഒരു സിമ്പിളായ മനുഷ്യൻ, ഇത്രയും ഒരു എന്താ പറയുക കലാഭമണിയായിട്ടുള്ള ആ ബന്ധം നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങള് ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ മണിച്ചേട്ടൻ വന്ന് ഞങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ എന്താ പറയാ നിങ്ങൾ മാറി നിൽക്കുമ്പോൾ അതൊരു ഞാൻ ചെല്ലുക മണിച്ചേട്ടൻ വന്നെന്തോ എന്താ നീ അപ്പൊ കുഴപ്പമില്ലാതെ അത് ഒരു ഭയങ്കര സതീഷിന്റെ. ഞങ്ങൾ ഒരുപാട് ഷോകൾ ഞങ്ങൾ ഒരുമിച്ച് കൂടിയുണ്ട്. ഒരു ഭാഗ്യം കിട്ടിയ ആൾക്കാരിലെ ഒരാളാണ്. ഒരുപാട് കലാരംഭം കൊണ്ടുണ്ട്. എങ്കിൽ പോലും അതിനപ്പുറമാണ് സതീഷും കബീറും മാരുതി കാസറ്റ്സും. ഒരു നല്ലൊരു കൈയ്യ് കൊടുത്ത് കലാഭമണിയെ മണിയാക്കി മാറ്റിയ ഈ മുത്തിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. അത് നഷ്ടപ്പെട്ടതിൽ നമുക്ക് സങ്കടമുണ്ട്. എന്തായാലും എൻ്റെ ചങ്ക് ബ്രോ ചാലക്കുടിക്കാരൻ ചങ്കാണ്. ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊരു ഗാനം എഴുതിയിട്ടുണ്ട്. ഞാനപ്പോൾ സതീഷിനെ വിളിച്ച് കേൾപ്പിച്ചു. പാട്ട് എഴുതിയപ്പോൾ തന്നെ അപ്പോൾ നല്ല പാട്ട് നീ ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ യൂട്യൂബ് ചാനലാണ് ചെയ്തിരിക്കുന്നത് മണിച്ചേട്ടനെ കുറിച്ച്. അപ്പോൾ ഒരു അനുഭവം, ഞങ്ങളുടെ ഒരു അനുഭവമാണ് ആ പാട്ട് ഞാൻ അതിലൂടെ പാടാൻ പോകുന്നത്. ആ ഗാനമാണ്. എന്തായാലും മണിച്ചേട്ടൻ്റെ ശബ്ദം ആദ്യ കാലത്തിൽ ഇവര് തന്നെ ഞങ്ങള് ചുങ്കത്തിൽ റൂമിൽ ഇരിക്കുമ്പോൾ നിക്കടാ മണി നടക്കണ കൊണ്ട് കാസറ്റ് ചെയ്യുമ്പോൾ ഞങ്ങള് മണിച്ചേട്ടൻ അവിടെ എന്താ പറയാ തമിഴ്നാട്ടിൽ ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ ഏൽപ്പിച്ച് ഷൂട്ടിങ്ങിന് റെക്കോർഡിങ്ങിന് പോണേക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ട് മണിയുടെ ശബ്ദം ഇരിക്കുന്ന ചുങ്കത്തിന്റെ ബാത്റൂമിൽ വെച്ച്. ബാത്റൂം പറഞ്ഞു കഴിഞ്ഞാൽ കബീർ ബാത്റൂം കയറിക്കണം. എന്നോട് സതീഷ് പറഞ്ഞു നീ ആ മണിയുടെ ശബ്ദത്തിൽ 2 തെരുവ് വരടാന്ന് പറഞ്ഞു കബീറിന്. അത് റെക്കോർഡിങ്ങിന് പോണം. ചേതന സ്റ്റുഡിയോയിലാണ് തൃശ്ശൂർ അല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് ആദ്യമായിട്ട് അത് നമുക്കറിയാം. ഓക്കെ നമ്മുടെ പാട്ടെന്നൊക്കെ പറഞ്ഞാ നമ്മുടെ സതീഷും നമ്മുടെ ചങ്കല്ലേ നമ്മുടെ ബ്രോ കബീറില്ലാന്നല്ലേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. ഓക്കെ അപ്പൊ എല്ലാവർക്കും നമുക്കറിയാം ഇന്നത്തെ ദിവസം നമുക്ക് മറക്കാൻ പറ്റില്ലല്ലേ. ഒന്ന് കൈയടിച്ച് എല്ലാവരും. അപ്പൊ ആ ഗാനത്തിൽ കിടക്കുകയാണ് ചാലക്കുടിക്കാരൻ ചങ്കാണ്. ഓക്കെ താങ്ക് യു. ആ ഗാനം ഞാൻ ഇവിടെ പാടുകയാണ്. ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ സംഗീതം നൽകി. ഞാൻ എഴുതിയ എഴുതിയതിൻ്റെ 3ാമത്തെ പാട്ടാണ്. ഫസ്റ്റ് ഗാനം എഴുതിയിരിക്കുന്നത് ഞാൻ സംഗീതം നൽകിയത് പാടിയത് പത്മശ്രീ ഡോക്ടർ ജയ സാറാണ്. ഒരു ഭക്തിഗാനം. എൻ്റെ പണികൾ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ഞാൻ തന്നെ ചെയ്തു. അതിനിടക്കാണ് മണിച്ചേരനെ കുറിച്ചുള്ള ഈ ഗാനം. എൻ്റെ കലാഭമണിയായിട്ടുള്ള ബന്ധം ഒരുപാട് സ്റ്റേജിൽ ചാലക്കുടിയിൽ ഒട്ടുമിക്ക സ്റ്റേജുകളിൽ ഞാൻ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. പള്ളി പെരുന്നാളിൽ പ്രത്യേകിച്ച് ഈ മണി നമ്മളൊന്ന് വിട്ടുപിരിഞ്ഞ പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട സ്റ്റേജ് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യം ലഭിച്ചൊരു കലാകാരനാണ്. ഞങ്ങള് എന്താ പറയാ എന്നെ ഉദ്ഘാടനത്തിനൊക്കെ കൊണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് പാതിരെ കൊണ്ട് നടക്കും മണി. അതൊക്കെ ഒരു വലിയൊരു അനുഭവമായിരുന്നു. ഒരുപാട് കഥകളുണ്ട്. അത് പറയാനല്ല. പിന്നെ രാമകൃഷ്ണൻ്റെ എന്താ പറയാ നമുക്കറിയാം ഞങ്ങള് അന്നൊടുങ്ങിയുള്ളൊരു ബന്ധം. രഞ്ജിത്ത് കലാഭവൻ മണിയുടെ പെങ്ങളുടെ സഹോദരി പുത്രനാണ്. ഇപ്പൊ കുറെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. രഞ്ജിത്ത് എൻ്റെ കൂടെ മിക്കവാറും പരിപാടിക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രഞ്ജിത്താണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ
സുരേഷ് ഏട്ടാ എന്തായാലും മറുമണി മാമന്റെ പരിപാടിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്തായാലും ചാലക്കുടിക്കര ചങ്കാണെന്ന എൻ്റെ സുരേഷ് മാഞ്ഞാലി യൂട്യൂബ് ചാനലിൽ അടിക്കുക, കേൾക്കുക. ഓക്കെ, പ്ലേ ചെയ്തോ. അപ്പൊ കുറച്ച് ഗാനം വരികൾ ഇവിടെ പ്രഗത്ഭരായ അടിക്കുന്നുണ്ട്. എന്റെ ചാരത്തന്നെ പോയി എന്റെ പൊട്ടിച്ചിരി കേൾക്കാൻ എന്റെ നെഞ്ചു തുടിക്കുന്നുണ്ട്. ചാലക്കുടി ചങ്കേ എന്റെ ചാരത്തന്നെ പോയി എന്റെ പൊട്ടിച്ചിരി കേൾക്കാൻ എന്റെ നെഞ്ചു തുടിക്കുന്നുണ്ട്. ചന്തം പറഞ്ഞാലെന്റെ പൊന്നെ നിന്നോളമാരുമില്ല. പിന്നെ സൂര്യൻ ഉദിച്ച പോലെ ചന്തം പറഞ്ഞാലെന്നെ പൊന്നെ നിന്നോളമാരുമില്ല. ചന്തു വിരിച്ചു നിന്നാൽ പിന്നെ സൂര്യൻ ഉദിച്ച പോലെ. ചാലക്കുടി ചങ്കേ എന്റെ ചാരത്തന്നെ പോയി എന്റെ പൊട്ടിച്ചിരി കേൾക്കാൻ എന്റെ നെഞ്ചു തുടിക്കുന്നുണ്ട്. എന്നും പാടിയോട്ട് പാടും ഞാൻ. പാടി തുടങ്ങുമ്പോഴേ എന്റെ ചങ്കു പിടയ്ക്കാറുണ്ട്. നീ പാടിയ പാട്ടുമല്ല എന്നും പാടിയോട്ട് പാടും ഞാൻ. പാടി തുടങ്ങുമ്പോഴേ എന്റെ ചങ്കു പിടയ്ക്കാറുണ്ട്. ചാലക്കുടി ചങ്കേ എന്റെ ചാരത്തന്നെ പോയി എന്റെ പൊട്ടിച്ചിരി കേൾക്കാൻ എന്റെ നെഞ്ചു തുടിക്കുന്നുണ്ട്. എന്നും ഓർമ്മയിലുണ്ട് പൊന്നേ. ഒന്നും വിട്ടാതെയല്ലേ നീ എന്നെയും വിട്ടുപോയി. നിന്നോട് കൂടിയ നാൾ എന്നും ഓർമ്മയിലുണ്ട് പൊന്നേ. ഒന്നും വിട്ടാതെയല്ലേ നീ എന്നെയും വിട്ടുപോയി. ചാലക്കുടി ചങ്കേ എന്റെ ചാരത്തന്നെ പോയി നിന്റെ പൊട്ടിച്ചിരി കേൾക്കാൻ എന്റെ നെഞ്ചു തുടിക്കുന്നുണ്ട്. ഈ പാടക്കൊഴുതിടുമ്പോഴേ എന്റെ ചങ്കിനെ കാണാറുണ്ട്. എന്റെ കറ്റ ചുമക്കുമ്പോഴേ എന്റെ ചങ്കിനെ കാണുന്നു. ഈ പാടക്കൊഴുതിടുമ്പോഴേ എന്റെ ചങ്കിനെ കാണാറുണ്ട്. നെല്ലിൽ കറ്റ ചുമക്കുമ്പോഴേ ഞങ്ങൾ ഒന്നിച്ചു കൂടാറുണ്ട്. ചാലക്കുടി ചങ്കേ എന്റെ ചാരത്തന്നെ പോയി എന്റെ പൊട്ടിച്ചിരി കേൾക്കാൻ എന്റെ നെഞ്ചു തുടിക്കുന്നുണ്ട്. ചാലക്കുടി പുഴയും നിന്റെ ഓടപ്പഴവുമല്ല. പച്ചിയുമായിരിപ്പ എന്റെ ചങ്കിനായി കാത്തിരുപ്പ. ചാലക്കുടി പുഴയും
വഞ്ചിയുമായിരുപ്പാ എന്റെ ചങ്കിനായി കാത്തിരിപ്പാ ചാലക്കുടി ചങ്കേ എന്റെ ചാരക്കണ്ണന്റെ പോയി എന്റെ കുട്ടിച്ചിരി കേൾക്കാൻ എന്റെ നെഞ്ചു തുടിക്കുന്നുണ്ട് കുടിച്ചങ്കേ എന്റെ ചാരക്കണ്ണന്റെ പോയി എന്റെ കുട്ടിച്ചിരി കേൾക്കാൻ എന്റെ നെഞ്ചു തുടിക്കുന്നുണ്ട് ചാലക്കുടി ചങ്കേ എന്നിനി കാണും പൊന്നേ ഒന്നിനി കാണുവാനാ എന്റെ ചങ്കിനായി കാത്തിരിക്കാം എന്റെ ചങ്കിനായി കാത്തിരിക്കാം. സുരേഷ് ഗംഭീരായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. മറക്കില്ലടാ, ശരിക്കും കരയിപ്പിച്ചു. ഒരുപാട് നന്ദിയുണ്ടാ ഇങ്ങനെ ഒരു പാട്ട്. ഇത് വിഷ്വൽ ചെയ്യണം നമുക്ക്, ഞാൻ ഡയറക്റ്റ് ചെയ്യും. താങ്ക് യു. വീണ്ടും മാരുതി കാസറ്റ്സ് കലാഭവൻ മണിച്ചേട്ടനോട് ഒപ്പമുള്ളവരുമായി വീണ്ടും സജീവമാകും എന്ന നല്ലൊരു വാർത്തയാണ് നമുക്ക് ഇന്ന് കേൾക്കാൻ സാധിച്ചത്. അതിന് മാരുതി കാസറ്റ്സിന് സതീശിന് നല്ലൊരു കൈയടി കൊടുക്കാം. നമ്മുടെ പരിപാടികൾ വൈൻഡപ്പ് ചെയ്യാറായി. മണിച്ചേട്ടനെ ഏറെ സ്നേഹിക്കുന്ന 16 മിനിറ്റ് റോപ്പില് തല കീഴായി തൂങ്ങിക്കിടന്നുകൊണ്ട് കലാഭവൻ മണിച്ചേട്ടന്റെ പാട്ട് പാടിയ ഒരു അനുഗ്രഹീത കലാകാരൻ അഖിൽ വൈക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. മണിച്ചേട്ടന്റെ പാട്ടുകൾ തല കീഴായി കിടന്നുകൊണ്ട് 16 മിനിറ്റാണ് അദ്ദേഹം കോമഡി ഉത്സവം ഫ്ലവേഴ്സ് ചാനലിൽ അദ്ദേഹം ആ പരിപാടി അവതരിപ്പിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേ പാട്ട് അദ്ദേഹം ഇവിടെ ആലപിക്കുകയാണ്. മണിച്ചേട്ടൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഉത്സവത്തിൽ 16 മിനിറ്റ് തലകീഴായി തൂങ്ങിക്കിടന്ന് എനിക്ക് പാടാൻ പറ്റിയത്. വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോഴും ഇങ്ങനെ വന്ന് നിൽക്കാനുള്ള, മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടാനുള്ള ഒരു ഭാഗ്യം. ഓക്കെ. ും
പിറപ്പിൻ്റെ ആട്ടം പാട്ടിന്റെ ഈണങ്ങൾ എല്ലാരും മൂളി നടക്കണുണ്ടോ എല്ലാരും മൂളി നടക്കണുണ്ടോ ആലിയം നെല്ലുവളയണ പാടത്ത് കുത്തി പറക്കണ തത്തേ കൂടിപ്പുഴയോരത്ത് നീ എന്റെ പൊന്മണിക്കൂടാരം കണ്ടു എന്റെ ജീവനമുത്തിനെ കണ്ടു ഈ വലിയ കലാകാരന് കൈയടി പോരാ. താങ്ക് യു, വളരെ നന്നായിരുന്നു. നമ്മൾ ഇന്നത്തെ ഈ മൈക്ക് പാട്ട് പരിപാടികൾ അവസാനിക്കുകയാണ്. വടകരയിൽ നിന്ന് ഒരു കലാകാരൻ വന്നിട്ടുണ്ട്. ആളൊരു 4 ഓട്ടോറിക്ഷ ഓടിക്കുന്ന വ്യക്തിയാണ്. വടകരയിൽ നിന്ന് മണിച്ചേട്ടൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ആളൊരു 4 വരി പാട്ട് മണിച്ചേട്ടൻ്റെ ഈ ഇവിടെ വേദിയിൽ പാടണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ നമ്മൾ മൈക്കയുടെ പ്രോഗ്രാംസ് ഒക്കെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം, മണിച്ചേട്ടന് ആയിട്ട് പാടിയൊക്കെ സന്ദർശിക്കാം. അപ്പം എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. നാണു, വടകര. മണിച്ചേട്ടന് വേണ്ടി ഈ ഒരു പാട്ട് ഇവിടെ പാടുകയാണ്. തെറ്റുണ്ടാവും, ക്ഷമിക്കണം. ചാലക്കുടിയാറിലെ ഓളം തേങ്ങിക്കരയുമെല്ലേ എന്നു പോയി നമ്മുടെ കൂട്ടുകാരൻ നാടൻ പാട്ടുകാരൻ പാടിയിലെ പൂമരക്കൊമ്പിലിരുന്നു കിളി തേങ്ങി എങ്ങു പോയി പാട്ടുകാരൻ ആടാനും പാടാനും പാട്ടുകൾ തന്നില്ലേ പാടിക്കോതി തീരാത്തോരം പാട്ടുകൾ തന്നില്ലേ ചാലക്കുടിയാറിനരികെ മണിക്കൂടാരമൊന്നുണ്ടേ കൂടാരത്തിൽ തെക്കേ മുറ്റത്തിൽ കല്ലറയൊന്നുണ്ടേ കല്ലറവിൽ മിന്നി മിനുങ്ങുന്ന മിന്നാമിനുങ്ങുകളെ നിങ്ങളിതാരത്തിരയുകയാ മണ്ണിന്ന് പോയാലും മനസ്സിന്ന് പോല നമ്മുടെ കൂട്ടുകാരൻ നാടൻ പാട്ടുകാരൻ ചാലക്കുടിക്കാരൻ ആ ചാലക്കുടിക്കാരൻ. നമ്മൾ പരിപാടി അവസാനിപ്പിക്കാൻ തുടങ്ങുന്നതാണ്. വൈപ്പിൽ നിന്നുള്ള ഒരു കലാകാരൻ കൂടി എത്തിയിട്ടുണ്ട്. ഇനി ദയവായി വരരുത്. നമ്മൾ ഈ മൈക്കയുടെ പരിപാടി അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വൈപ്പിൽ നിന്ന് വന്ന ഈ കലാകാരൻ 4 വരി പാട്ട് പാടും. അതിനുശേഷം നമ്മൾ പ്രോഗ്രാം അവസാനിപ്പിക്കും.
എൻ്റെ പേര് രാജേഷ് കാവാണ്. എനിക്കെന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താ പറയാന്നറിയില്ല. അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ ഒരു കരമൊക്കെ പാടാമെന്ന് വിചാരിച്ചു. ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സാധനം പറയാണ്. മണിച്ചേട്ടനൊരായിരം പ്രണാമം അർപ്പിച്ചുകൊണ്ട് അട്ടപ്പാടിയിൽ 8 വീട്ടിൽ കുട്ടപ്പച്ചേട്ട പട്ടിയെ മട്ടു പിടിപ്പിച്ച മട്ടുവാദി കുട്ടപ്പച്ചേട്ട പോട്ടെ പോട്ടെ എന്ന് വെച്ചപ്പോൾ നീ എന്നെ വട്ടത്തിലിട്ട് തട്ടിയതും 8 മുട്ടും തിരിയാത്ത 8ാം ക്ലാസ്സിൽ 8 പ്രാവശ്യം പൊട്ടി 8ാം മുതൽ എലിക്കുട്ടി നിന്റെ ഹോട്ടലിൽ നിൽക്കണ കുട്ടനാട്ടിനെ കട്ടനടിച്ച് വീട്ടി പൊറോട്ട തീട്ടി പാട്ടിലാക്കി സമയം നാട്ടിൽ പാട്ടാളെ പാട്ടി പാട്ടെ പോട്ടെ ഇരിക്കട്ടെ. ഒരിക്കൽ തട്ടാൻ കുട്ടപ്പനെയും കൂട്ടി കോട്ടപ്പനെയും ചെന്നപ്പോൾ തട്ടാൻ കുട്ടപ്പനെ നാട്ടുകാർ വട്ടത്തിലിട്ട് തട്ടിയതപ്പോൾ നാട്ടിൽ പാട്ടിലെ തട്ടാ പൊട്ട കുട്ട തട്ടണ പൊട്ട ഞാൻ പൊട്ടണ ആരെയും കൂടെ പട്ടി മണിക്കൂറിട്ടാണ് ഞാൻ തൊണ്ട പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് ചാണ്ടിയുടെ കൈ കൊണ്ടുവരാനും പിന്നെ വേണ്ടിയിട്ടില്ല പറഞ്ഞിട്ട് പണ്ട് മുണ്ടൊക്കെ മുണ്ടോക്കി കാണിച്ചിട്ട് ചാണ്ടി നിന്റെ തൊണ്ട കെട്ടി പിടിച്ച് ഓർക്കുന്നു പറഞ്ഞിട്ട് വേണ്ട വേണ്ട കൊണ്ടുപോകേണ്ട ഞാൻ പിന്നെ തിരിഞ്ഞ് മറിഞ്ഞ് കുഴഞ്ഞ ആളെ പിന്നെ നടക്കണ കഞ്ഞിമ്മയുടെ കഞ്ഞി അമ്മൂഞ്ഞപ്പന് വാരിയിട്ട കഞ്ഞികളിൽ നിങ്ങൾ ഉള്ളത് പറഞ്ഞാൽ പുള്ളിയിട്ടിരിക്കും. വെള്ളത്തരത്തിന് കാണിച്ചിട്ട് തള്ളക്കെട്ട് തള്ളിയപ്പോൾ തള്ള വീണതും ഉള്ളിയതും എൻ്റെ കൈ വിറക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു അവസരത്തിൽ. ഈ ഒരു അവസരം തന്നെ എല്ലാവർക്കും ഹൃദയം നന്ദി അറിയിക്കുന്നു. ഒരു 2 പേര് മണിച്ചാൻ തരും. ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൃഷ്ടിച്ചാൽ ഓമന ചുണ്ട് തൊരുമനല്ല താവിട്ടറോടാണ് തോറിനരികാണ് വീടിനടയാളം ചുമക്കുന്ന. എന്തായാലും ഒരുപാട് സന്തോഷം. കലാഭവൻ മണിച്ചേട്ടന്റെ 6ാം ചരമദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ ചടങ്ങുകൾ, ഈ വേദിയിൽ നടക്കുന്ന ചടങ്ങുകൾ പൂർത്തിയാകുകയാണ്. കലാഭവൻ മണി കുടുംബ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരനും വലിയൊരു കലാകാരനുമായ ഡോക്ടർ RLV രാമകൃഷ്ണൻ നേതൃത്വം നൽകിയ ഈ അനുസ്മരണ ചടങ്ങിൽ ഫേസ് ചാലക്കുടി എന്ന കലാകാരന്മാരുടെ സംഘടനയടക്കം 4ഓളം സംഘടനകൾ ചേർന്നാണ് ഇത് അണിയിച്ചൊരുക്കിയത്. ഈ പരിപാടിയുമായി സഹകരിച്ച ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് കലാഭവൻ മണി എന്ന ആ വലിയ കലാകാരന്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അനുസ്മരണ പരിപാടികൾ തൽക്കാലം വേദിയിലെ പരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. പാടിയിലെ പാട്ടുകാരാ പാവങ്ങളുടെ കൂട്ടുകാരാ പാടിയിലെ പാട്ടുകാരാ പാവങ്ങളുടെ കൂട്ടുകാരാ പാടിയ പാട്ടുകൾ കേട്ടാൽ കണ്ടു പിടയ്ക്കണല്ലോ ചിരി കാണുമ്പോൾ പൊന്നേ പിടയ്ക്കണല്ലോ പാടിയിലെ പാട്ടുകാരാ പാവങ്ങളുടെ കൂട്ടുകാരാ